ഹലോ എവരിവൺ, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻസറിനെ പറ്റിയാണ്. ക്യാൻസറിന്റെ എപ്പിഡമോളജിയും പത്തോഫിസിയോളജിയും നമുക്കറിയാം. സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് ക്യാൻസറിന്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എറ്റിയോളജി, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സ്റ്റേജിങ്, എപ്പിഡമോളജി, പത്തോഫിസിയോളജി, മാനേജ്മെന്റ് മുതലായവ നമ്മുടെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത്രയും ഡെപ്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോരോ ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്നത് ബ്രെന്നർ ആൻഡ് സിദ്ധാർത്ഥിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എപ്പിഡമോളജി അതുപോലെ ക്യാൻസറിന്റെ പത്തോഫിസിയോളജിയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ അതിൽ നിന്നുള്ള PYQs എല്ലാം ഇൻക്ലൂഡഡ് ആണ്. PYQs ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ, റീസണിങ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്ലാസ് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാൻസർ ഒരു സിംഗിൾ ഡിസീസ് അല്ല, അല്ലെ? ഒരു കാരണം വന്ന ഒരു അസുഖമല്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളായിരിക്കും, പല കാരണങ്ങളായിരിക്കും. അതിന് പല മാനിഫെസ്റ്റേഷൻസ്, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്, പല പ്രോഗ്നോസിസ് ഉണ്ട്, അല്ലേ? നമുക്കറിയാം, നമ്മളെ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു അസുഖമാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മാത്രം ഒരു ക്യൂർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇപ്പം മുന്നത്തെ സമയം പോലെ അല്ല, ഇപ്പം നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല ബ്ലഡ് ടെസ്റ്റുകൾ വരെ ഉണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു രോഗം ചെറുത്ത് തോൽപ്പിച്ച് ബാക്കി ജീവിതം മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അവസാന സമയത്താണ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമാണ് വളരെ ദുരിതമായി മാറുന്നത്. അപ്പോൾ ക്യാൻസറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാൻസറിന്റെ എപ്പിഡമോളജി നോക്കിയാലോ? ഇപ്പം അറിയാം, ഇപ്പോൾ വളരെയധികം നമ്മളിപ്പോൾ പനി, ചുമ പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ക്യാൻസർ കേസസ് നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കിയാലും, നമ്മുടെ അയൽപ്പക്കത്തായാലും, നമ്മുടെ ഫാമിലിയിലൊക്കെ ആയാലും എല്ലാം ക്യാൻസർ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പല കാരണങ്ങൾ, നമ്മൾ ജെനറ്റിക്, ഡയറ്ററി ഫാക്ടേഴ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ് നമുക്ക് പറയാം. നമ്മൾ എറ്റിയോളജി നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ക്യാൻസറിന് ഒരുവിധം എല്ലാ വയസ്സിലുള്ളവരിലും, അല്ലേ, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ക്യാൻസർ. അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് 65 വയസ്സ് കഴിഞ്ഞവരിലും വരുന്നുണ്ട്. ഓക്കെ, ക്യാൻസർ നമ്മൾ കുഞ്ഞുങ്ങളിൽ മുതൽ, കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവരിൽ, അല്ലെ, ഈവൻ 65 വയസ്സ് കഴിഞ്ഞവരിൽ വരെ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം. അപ്പൊ അതുപോലെ തന്നെ ക്യാൻസർ കൂടുതലും മെന്നിൽ കാണുന്നുണ്ട്, വിമണിനെക്കാളും എന്ന് പറയാം. പക്ഷേ വുമണിൽ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസിന്റെ ക്യാൻസർ ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ആണുങ്ങളിലാണ് അത് കൂടുതൽ കാണുന്നത്. അതുപോലെ എല്ലാ ഏജ് ഗ്രൂപ്പിലും അത് കാണുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിലൊക്കെ നമ്മൾ ഈ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ അമേരിക്കൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഓരോ വർഷവും ഒരു 1.4 മില്യൺ പേര് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ക്യാൻസർ ആണെന്ന്. ഓക്കെ, അത് ഏതെങ്കിലും ബോഡി പാർട്സിൽ ക്യാൻസർ ആയിട്ട് ഒരു വർഷം തന്നെ 1.4 മില്യൺ ആൾക്കാർക്കാണ് ക്യാൻസർ വരുന്നതെന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാൻസർ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം അമേരിക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന് അസുഖം ബാധിച്ചു മരിക്കുന്നതിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാവുന്നത് ക്യാൻസർ കാരണമാണ്. അപ്പോൾ ക്യാൻസർ ഈസ് സെക്കൻഡ് ഓൺലി ടു കാർഡിയോവാസ്കുലർ ഡിസീസ് ആസ് എ ലീഡിങ് കോസ് ഓഫ് ഡെത്ത്. അപ്പോൾ ക്യാൻസർ വന്ന് മരണം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാസ്റ്റാസിസ് കാരണമാണ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്പ്രെഡ് ആവും, അല്ലേ? നമുക്ക് വരുന്ന ആദ്യം ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിലെ പല ഭാഗങ്ങളിലോട്ടായിട്ട് അത് സ്പ്രെഡ് ആയിട്ടാണ് മിക്കവാറും മരണങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഗ്രസ് ആയത് കാരണം ക്യാൻസർ കാരണമുള്ള മരണനിരക്ക് കുറയുന്നുണ്ട്. എന്നാലും ഒരു നമ്മൾ 2008 ഇത്രയും ഒരു 5,60,000 പേര് ഇപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് മരണനിരക്ക് അറിയുന്നുണ്ട്, അല്ലേ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ക്യാൻസറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇന്ത്യയിലെ കേസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അത്രയും പ്രോഗ്രസീവ് ആയതും നമുക്ക് പല കണ്ടീഷൻസും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയും അത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് പല മരണനിരക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും ക്യാൻസർ കാരണം മരണം സംഭവിക്കുന്നത് ഈ ലങ്ങിൽ ക്യാൻസർ വരുമ്പോൾ, പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വരുമ്പോൾ, അതുപോലെ കോളനിലും റെക്ടനിലൊക്കെ ക്യാൻസർ വരുമ്പോഴാണ് ആണുങ്ങളിൽ. വിമണിലെ കേസിൽ അതുപോലെ ലങ്, ബ്രസ്റ്റ്, അതുപോലെ കോളോറെക്ടൽ ക്യാൻസർ ആണ്.
അപ്പോൾ ക്യാൻസർ കാരണം കൂടുതൽ അമേരിക്കയുടെ കേസാണ് പറയുന്നത്. അമേരിക്കയിൽ മെന്നിന് കൂടുതലായിട്ട് വന്ന് മരണം സംഭവിക്കുന്നത് ലങ്ങിലും പ്രോസ്റ്റേറ്റിലും അതുപോലെ കോളോൺ റെക്ടത്തിലൊക്കെയാണ്. വിമണിന്റെ കേസ് എടുത്താൽ ലങ്, ബ്രസ്റ്റ്, കോളോറെക്ടം ഇതിലൊക്കെയാണ് നമുക്ക് ക്യാൻസർ കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, പിന്നെ ആണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇപ്പം നമ്മുടെ ബോഡി പാർട്സിൽ എവിടെ വേണമെങ്കിലും ക്യാൻസർ വരാം അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻ മെന്നിനാണെങ്കിൽ 15% ഹയർ ഇൻസിഡൻസ് ഉണ്ട് ആൻഡ് 38% ഹയർ ഡെത്ത് റേറ്റ് ദാൻ കോക്കേഷ്യൻ മെൻ. അപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ മെന്നിന് ഈ ക്യാൻസർ സൈറ്റ് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ അവരിൽ ഇത്ര ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ആഫ്രിക്കൻ അമേരിക്കൻ വിമണിനാണെങ്കിൽ 9% ലോവർ ഇൻസിഡൻസ് റേറ്റും പക്ഷേ 18% ഹയർ ഡെത്ത് റേറ്റുമാണ്. ചിലർക്ക് ഇൻസിഡൻസ് റേറ്റ് കുറവും അതുപോലെ ഡെത്ത് റേറ്റ് കൂടുതലുമാണ് എന്ന് പറയാം. ഇതൊന്നും ന്യൂമറിക്കൽസ് ചോദിക്കില്ല, ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ജസ്റ്റ് നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു എപ്പിഡമോളജി ഒന്ന് മനസ്സിലാക്കിയിരിക്കാനാണ്. നമ്മൾ അത്രത്തോളം വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മുന്നേയൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ടായിരുന്നു ക്യാൻസറുകൾ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അസുഖം. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ന്യൂമറിക്കൽസ് ഒന്നും നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടതൊന്നുമല്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു അസുഖം വരുന്ന നിരക്കായാലും ശരി, മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസുഖം വരുന്നതും മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അസുഖം കാരണം മരണം ഉണ്ടാകുന്ന നിരക്കും. അപ്പം മോർബിഡിറ്റി ആയിക്കോട്ടെ മോർട്ടാലിറ്റി ആയിക്കോട്ടെ ഇതെല്ലാം വ്യത്യാസപ്പെടുമല്ലോ. ഓരോ അസുഖത്തിനും വ്യത്യാസമാണ്. ഓരോ ഭാഗത്ത് ക്യാൻസർ വരുമ്പോൾ ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസ് വ്യത്യാസമാണ്. അത് കാരണം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് വ്യത്യാസമാണ് ആണല്ലോ. അപ്പോൾ ഓരോ ക്യാൻസറും വ്യത്യാസമാണ്. ഓരോ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാലും ഓരോ സ്റ്റേജസ് ഉണ്ട് ആ ക്യാൻസർ. നമ്മൾ സ്റ്റേജിങ് ഒക്കെ പഠിക്കും. അപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ഓരോ ടൈപ്പ് ഓഫ് ഡിസീസ് ഇറ്റ് ഇസ് ഡിഫറെന്റ് അല്ലേ. അപ്പോൾ അത് അത്രയും വ്യത്യാസമാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കാരണം വരാം. അപ്പോൾ അത് തന്നെ മിക്കതും നമ്മുടെ അണ്ടർ റിസർച്ച് ആണ്. അത് എന്തുകൊണ്ട് വരുന്നു, എറ്റിയോളജി ശരിക്കും പറഞ്ഞാൽ നോട്ട് ക്ലിയർലി അണ്ടർസ്റ്റുഡ് അല്ലേ. നമുക്ക് എറ്റിയോളജി ഇതുകൊണ്ടാകാം എന്നല്ലാതെ കറക്റ്റ് ഒരു വ്യക്തമായ ഒരു എറ്റിയോളജി നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ക്യാൻസർ എന്തുകൊണ്ടായിരിക്കാം ഉണ്ടാവുന്നത് എന്നുള്ളത്. ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ അമേരിക്കയുടെ കാര്യമോ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്തു നോക്കിയാലോ. ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നിരക്ക്, ഈ ക്യാൻസർ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കൂടുതലായിട്ടും ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് റീജിയൻസിലാണ് കൂടുതലായിട്ടും ക്യാൻസറിന്റെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആണുങ്ങളിൽ കൂടുതൽ ക്യാൻസർ വരുന്നത് ലങ്ങിലാണെങ്കിൽ സ്ത്രീകളിൽ കൂടുതൽ വരുന്നത് ബ്രസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ലങ് ക്യാൻസർ ആണ് മെയിൽസിന് കൂടുതൽ വരുന്നതെങ്കിൽ ഫീമെയിൽസിന് കൂടുതൽ വരുന്നത് എന്താണ്? ബ്രസ്റ്റ് ക്യാൻസർ ആണ്. നമുക്കറിയാം അല്ലെ, ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഇപ്പോൾ ക്യാൻസറിന്റെ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ 2022 റേറ്റ് നോക്കാവേ, അപ്പോൾ തന്നെ ഇന്ത്യയിൽ പുതിയ ക്യാൻസർ കേസസ് എത്രയാന്ന് നോക്കിയേ, 14,61,000 അത്രയും ഉണ്ടായിരുന്നു നിരക്ക് നമ്മുടെ ഇന്ത്യയിൽ പുതിയ ക്യാൻസർ കേസസ്. ഓക്കെ, അപ്പോൾ 1,00,000 പേരെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 100.4%. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിന്റെ ന്യൂമറിക്കൽസ് കാണാതെ പഠിക്കാനല്ല, മനസ്സിലാക്കുക. അത്രയ്ക്ക് ഇൻസിഡൻസ് കൂടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2025 നമ്മളിപ്പോൾ 2025 ആകുമ്പോഴേക്കും അതൊരു 12.8% കൂടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാൻസറിന്റെ കേസ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും ഓങ്കോളജി വിങ് സെപ്പറേറ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ ക്യാൻസറിനെ പറ്റി പഠിക്കുന്നതും അതിനു വേണ്ടിയുള്ള സെപ്പറേറ്റ് ഡോക്ടേഴ്സ് അടങ്ങിയ ഒരു വിങ് എല്ലാ ഹോസ്പിറ്റൽസിലും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം അത്രയും കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇൻസിഡൻസ് കൂടുതലാണ്. ആണുങ്ങളുടെ കേസിലാണെങ്കിൽ ലങ് ക്യാൻസർ ആണ് കൂടുതൽ കാണുന്നതെങ്കിൽ അത് കൂടുതലും നമ്മുടെ സ്മോക്കിങ്ങും ഒക്കെ കാരണമാണ് ഉണ്ടാവുന്നത്. പിന്നെ പെണ്ണുങ്ങളുടെ കേസിൽ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ ആണ് കാണുന്നത്. പിന്നെ ഈ അസുഖവുമായി ജീവിക്കുന്നവർ, ഈ അസുഖത്തിലെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തും ഒക്കെ ഈ ഒരു അസുഖവുമായി ജീവിക്കുന്നവരുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു 2.5 മില്യൺ പീപ്പിൾ ദേ ആർ ലിവിങ് വിത്ത് ദ ഡിസീസ്. ഇവർ ഈ അസുഖത്തോടു കൂടി, അതായത് അസുഖം ട്രീറ്റ് ചെയ്തും ചെയ്യാതെയും, ചിലര് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, ചിലർ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, ചിലർ ഓൾറെഡി ട്രീറ്റ് ചെയ്തു അത് പിന്നെ ഇനി ഫോളോ അപ്പ് ചെയ്താൽ മതി. അങ്ങനെ അസുഖവുമായി ജീവിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്, 2.5 മില്യൺ ആണ്. ഓക്കെ,
അപ്പോൾ ഓരോ വർഷവും തന്നെ നമ്മളൊരു പുതിയ പുതിയ കേസസ്, പുതിയ ക്യാൻസർ പേഷ്യൻസ് 7 ലക്ഷത്തിലധികം ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറയാം. ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും പുതിയ ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം രജിസ്റ്റർ ചെയ്യുന്നത് 7 ലക്ഷം പേര്. അത് രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമാണ്, നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ കേസസ് ഉണ്ടാവും അല്ലേ. ഇനി ക്യാൻസർ കാരണമുള്ള മരണം നോക്കുകയാണെങ്കിൽ എത്രയാണ്? 5,56,400. ഓക്കെ, എത്രയൊക്കെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ക്യാൻസർ കാരണം മരിക്കുന്നവരുടെ നിരക്കും കൂടുന്നുണ്ട്, കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ഇത്രയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനിയും ശ്രമിക്കണം അല്ലെ, ഇനിയും നമ്മൾ എല്ലാവരിലോട്ടും എത്തിക്കണം. പലരിലും ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ കുറവാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവയർനെസ് കൊടുക്കുക സാധാരണക്കാരിലോട്ടും, ഈവൻ സ്ലം ഏരിയാസിലോട്ടും, വില്ലേജ് പീപ്പിളിനൊക്കെ ഈ ഒരു അവയർനെസ് കൊടുത്ത് ക്യാൻസർ നേരത്തെ ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ഏർലി ഡയഗ്നോസിസിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു മോർട്ടാലിറ്റി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയുള്ള മെഷേഴ്സും എല്ലാം എല്ലാ തരത്തിലോട്ടും അല്ലെ, പ്രൈമറി സെന്റേഴ്സിലോട്ടും എല്ലാ റൂറൽ ഏരിയാസിലോട്ടും ഒക്കെ എത്തിക്കുക. ഓക്കെ, ഈവൻ അർബൻ ഏരിയാസിലുള്ളവർക്കൊക്കെ ഇത് അവെയർ ആയിരിക്കും, അല്ലാതെ സാധാരണക്കാർക്ക് ഇത് അൺഅവെയർ ആണ്. അപ്പോൾ അവരിലോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തി ഇതുപോലെയുള്ള ടെസ്റ്റുകൾ നടത്തി നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സ, അതും സൗജന്യമായിട്ടുള്ള ചികിത്സയൊക്കെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും കൊണ്ടുവരികയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഓറൽ ക്യാവിറ്റി നമുക്കറിയാം, ഈ ഒരു ടൊബാക്കോയുടെ ഒക്കെ യൂസ് കാരണം ഓറൽ ക്യാവിറ്റിയിലും അതുപോലെ ലങ്സിലുമാണ് മെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത് അല്ലേ. ഇനി ഫീമെയിൽസിൽ സെർവിക്സിലും ബ്രസ്റ്റിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ക്യാൻസർ ഡെത്തിൽ ഒരു 50% ക്യാൻസർ ഡെത്തും ഇത് കാരണമാണ്. അപ്പോൾ ക്യാൻസർ മരണനിരക്ക് ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ പകുതിയോളം മെയിൽസിന്റെ കേസിൽ ഓറൽ ക്യാവിറ്റിയിലും ലങ്സിലും വരുന്ന ക്യാൻസർ കാരണവും ഫീമെയിൽസിൽ ബ്രസ്റ്റിലും അതുപോലെ സെർവിക്സിലും വരുന്ന ക്യാൻസർ കാരണവുമാണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പിഡമോളജി പഠിച്ചു. എപ്പിഡമോളജി എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമ്മുടെ സിലബസിലുള്ളതാണ്. അതിൽ നിന്ന് ഇതുവരെ PYQ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷേ എപ്പിഡമോളജി മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ എപ്പിഡമോളജിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഹെഡിങ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻസറിൻ്റെ പെത്തോഫിസിയോളജിയാണ്. എല്ലാവരുടെ കയ്യിലും സിലബസിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ടാവണം, കയ്യിലുണ്ടാവണം. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് സിലബസിൽ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ആദ്യം നമ്മൾ പെന്ന് വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ റിവിഷൻ നമ്മൾ ഇനി ഒരു 3rd ഡേ വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഹൈലൈറ്റർ വെച്ച് ചെയ്യുക, പിന്നെ അതിനെ സർക്കിൾ ചെയ്യുക. അപ്പം നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ഓരോ ടോപ്പിക് എന്ന് മനസ്സിലാകും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും സിലബസ് അത്യാവശ്യമാണ്. സിലബസിലെ ടോപ്പിക്സ് കവർ ചെയ്യുക. വെറുതെ അണ്ടർലൈൻ ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ഓടിച്ച് വായിച്ച് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് ഏത് തരത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് തെറ്റരുത്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ അത്രയും ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പം നമ്മൾ എപ്പിഡമോളജി ഓഫ് ക്യാൻസർ കഴിഞ്ഞു, നമ്മൾ എന്തിലോ കടക്കുകയാണ്, നമ്മൾ പെത്തോഫിസിയോളജിയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ ഒരു പെത്തോഫിസിയോളജി എന്ന് നോക്കാം. ഈ അസുഖത്തിൻ്റെ, ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഡിസീസ് പ്രോസസ്സ് ഉണ്ടാവുന്നത് എന്താണ്? നമ്മുടെ ഒരു നോർമൽ സെല്ല് ഒരു ക്യാൻസർ സെല്ലായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഒരു അബ്നോർമൽ സെൽ ഈസ് ട്രാൻസ്ഫോംഡ് ബൈ നമ്മുടെ സെല്ലിൽ DNA മ്യൂട്ടേഷൻ സംഭവിച്ചു, ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചു. അങ്ങനെയാണ് ഒരു ക്യാൻസർ സെല്ലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു അബ്നോർമൽ സെൽ എന്താവുന്നു? അതൊരു ക്ലോണ്, ഇറ്റ് ഫോംസ് എ ക്ലോൺ ആൻഡ് ബിഗിൻസ് ടു, അത് ഭയങ്കരമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും അല്ലെ. ദേ പ്രോലിഫറേറ്റ് അബ്നോർമലി ഇഗ്നോറിംഗ് ദ ഗ്രോത്ത് റെഗുലേറ്റിംഗ് സിഗ്നൽസ് ഇൻ ദ എൻവയോൺമെന്റ് സറൗണ്ട്. അപ്പൊ അതിന്റെ പിന്നെ അത് അത്ര പെട്ടെന്നാണ് അത് വ്യാപകമായിട്ട് അത് സ്പ്രെഡ് ആവുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സെല്ല് വളരെ അബ്നോർമൽ ആയിട്ട് മാറുന്നു. അപ്പൊ ക്യാൻസർ സെൽസിനെ നമുക്ക് ഇപ്പൊ ചിലർ പറയും നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ലായിരുന്നു, പിന്നെയാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പെട്ടെന്നൊന്നും ആ ഒരു നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. മരുന്നുകളിലൂടെയൊക്കെ സാധിക്കുമെന്നല്ല, അതല്ലെങ്കിൽ അത് ആ ഒരു ഭാഗം നമുക്ക് സർജറി ചെയ്ത് മാറ്റിക്കളയേണ്ടി വരും അല്ലെ. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അത് പെട്ടെന്നായിരിക്കും സ്പ്രെഡായി ബാക്കിയുള്ള അവയവങ്ങളിലോട്ടൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ ക്യാൻസർ ഇസ് എ ഡിസീസ് പ്രോസസ് ദാറ്റ് ബിഗിൻസ് വെൻ ആൻ അബ്നോർമൽ സെൽ ഈസ് ട്രാൻസ്ഫോംഡ് ബൈ അതിൽ എന്താണ് DNA ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ച് ഈ അബ്നോർമൽ സെൽ ഒരു ക്ലോൺ ആയിട്ട് വളരെ അബ്നോർമലി, അതിന്റെ ഗ്രോത്ത് ഒന്നും നോക്കില്ല, അതിന്റെ അതിലൊരു ഗ്രൂത്ത് കൺട്രോൾ സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ അബ്നോർമൽ ആയിട്ട് അതങ്ങ് പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സെല്ലിന് ഇൻവേസീവ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള
ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുന്നു, ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ എന്നിട്ട് ഈ സെൽ എന്ത് ചെയ്യും? ഈ സെൽസ് അടുത്ത ടിഷ്യൂസിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്ന? അടുത്ത ലിംഫ് നോഡിലോട്ട് പോകുന്നു, ബ്ലഡ് വെസലിലോട്ട് പോകുന്നു, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബാക്കി ബോഡി പാർട്സിലോട്ടും പോകുന്നു. അപ്പോൾ ക്യാൻസർ സെല്ലുകൾ വെറുതെ ഇരിക്കില്ല, ഒരിടത്ത് അടങ്ങിയിരിക്കുന്നതല്ല. അവരടുത്ത ടിഷ്യൂസിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, ടിഷ്യൂസിലോട്ട് പോകുന്നു, പിന്നെ ലിംഫ് നോഡിലോട്ട് പോകുന്നു, പിന്നെ ബ്ലഡ് വെസൽസിലോട്ട് പോകുന്നു. അതാണ് നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ പാൽപേറ്റ് ചെയ്യുമ്പോൾ ലിംഫ് നോഡ് നോക്കും, അല്ലെ? അപ്പൊ ലിംഫ് നോഡ്സ് ഇപ്പോൾ സർജിക്കൽ റിമൂവലിന്റെ സമയത്ത് ചിലപ്പോൾ ലിംഫ് നോഡും കൂടെ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ ലിംഫ് നോഡിൽ അഥവാ ആ ഒരു ഡിസീസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിംഫ് നോഡിൽ നിന്ന് വേറെ ഓർഗൻസിലോട്ട് വരാം. അതുകൊണ്ട് ആ ലിംഫ് നോഡും കൂടെ നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സെൽസ് നമ്മുടെ ടിഷ്യൂസിലോട്ടും അതുപോലെ പിന്നെ ആക്സസ് എവിടോട്ട് പോകും? നമ്മുടെ ലിംഫിലോട്ടും അതുപോലെ ബ്ലഡ് വെസൽസിലോട്ടും അങ്ങനെ പല പല ബോഡി പാർട്സിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോലിഫറേറ്റീവ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിന്റെ പാറ്റേൺ ഇത് എങ്ങനെയായിരിക്കാം? ഓക്കെ, നമ്മൾ ഈ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ, ക്യാൻസറസ് സെല്ലിനെ നമ്മൾ വിളിക്കുന്നത് മാലിഗ്നന്റ് നിയോപ്ലാസം എന്നാണ്. നമ്മൾ ക്യാൻസറിനെ വിളിക്കുന്നത് എന്താണ്? ക്യാൻസറസ് സെല്ലിനെ നമ്മൾ വിളിക്കുന്നത് മാലിഗ്നന്റ് നിയോപ്ലാസം എന്നാണ്. നമ്മൾ പഠിക്കും ബിനൈൻ ആയിട്ടുള്ളതും അതുപോലെ മാലിഗ്നന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കും. അപ്പൊ ക്യാൻസറസ് സെല്ലിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മാലിഗ്നന്റ് നിയോപ്ലാസം എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് അൺകൺട്രോൾ ആയിട്ട് ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു സെൽ ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഗ്രോത്ത് ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നിയോപ്ലേഷ്യ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസറസ് സെല്ലിനെ മാലിഗ്നന്റ് നിയോപ്ലാസം എന്ന് വിളിക്കുന്നത്. കാരണം ആ സെല്ലിന് എങ്ങനത്തെ ഗ്രോത്ത് ആയിരിക്കും? കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വളർച്ചയായിരിക്കും ആ സെല്ലിന് ഉണ്ടാവുന്നത്. ഓക്കെ, അല്ല ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ, ഒരു ഫിസിയോളജിക് ഡിമാൻഡ് ഇല്ലാതെ വളരെ നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ സെല്ലിനെ എന്താ വിളിക്കുക? മാലിഗ്നന്റ് നിയോപ്ലാസം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അൺകൺട്രോൾഡ് സെൽ ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന ടേമാണ് നിയോപ്ലേസിയ എന്നുള്ളത്. അപ്പൊ സാധാരണയായിട്ടുള്ള ഒരു ബിനൈൻ സെല്ലും അതുപോലെ മാലിഗ്നൻസി ബാധിച്ച ഒരു സെല്ലും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ ഗ്രോത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലുണ്ട്. അത് എങ്ങനെ വളരുന്നു, വളരുന്ന രീതി, അത് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, അതിന്റെ ഡിസ്ട്രക്ഷൻ എങ്ങനെ, അതപ്പോ അതിന്റെ ഓരോ കാര്യത്തിനും ഡിഫറൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ബിനൈൻ, ഇപ്പൊ നമ്മൾ പറയും ചില സ്വെല്ലിങ്ങുകൾ ബിനൈൻ ആയിരിക്കാം. ബിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളതോ അപകടകാരിയോ അല്ല. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളതും അപകടകാരിയുമായതും ക്യാൻസറസുമാണ്. അപ്പൊ അങ്ങനെയുള്ള അതിലുള്ള സെല്ലുകൾ, ഈ ബിനൈൻ ആയിട്ടുള്ളതും മാലിഗ്നന്റ് സെല്ലുകൾ തമ്മിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നിയോപ്ലേസിയയുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ അനാപ്ലേസിയ. അതായത് ഈ അനാപ്ലേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലുകൾക്ക് അവരുടെ നോർമൽ ഒരു സെല്ലിന് ഉണ്ടാകേണ്ട സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. വ്യത്യാസമായിരിക്കും ഷേപ്പിലും അതിന്റെ ഓർഗനൈസേഷനിലും എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ അനാപ്ലേസിയ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നനുസരിച്ചിരിക്കും അതിന്റെ മാലിഗ്നൻസി പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ എത്രത്തോളം വ്യത്യാസമുണ്ടെന്നനുസരിച്ചിരിക്കും അതിന്റെ മാലിഗ്നൻസി പൊട്ടൻഷ്യൽ. അപ്പൊ അതാണ് അനാപ്ലേസിയയുടെ ഡിഗ്രി അനുസരിച്ചിരിക്കും ആ ഒരു നമ്മുടെ സെല്ലുകൾക്കുള്ള ഇതിന്റെ മാലിഗ്നൻസി പൊട്ടൻഷ്യൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോലിഫറേറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്. സെല്ലുകൾ വളരെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വളർച്ച ഉണ്ടാവുന്നു. അത് നമ്മൾ നിയോപ്ലേസിയ എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ആ സെല്ലുകൾക്ക് കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ മാലിഗ്നന്റ് ആയിട്ടുള്ള സെല്ലുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സാധാരണ വ്യത്യാസങ്ങൾ കൂടാതെ അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് അതിന്റെ സെൽ മെംബ്രെയിനില്, അതിന്റെ പ്രോട്ടീനില്, ന്യൂക്ലിയസില്, ക്രോമസോമൽ അബ്നോർമാലിറ്റി, മൈറ്റോസിസ്, ഗ്രോത്ത് എല്ലാം വ്യത്യാസമായിരിക്കും. നമ്മുടെ ബിനൈൻ ആയിട്ടുള്ള സെല്ലുകളും അതുപോലെ മാലിഗ്നന്റ് ആയിട്ടുള്ള സെല്ലുകളും തമ്മിൽ നിരവധി വ്യത്യാസങ്ങൾ, അതായത് അവരുടെ സെൽ മെംബ്രെയിൻ വ്യത്യാസമുണ്ടാവും, അതിലുള്ള പ്രോട്ടീനുകൾക്ക് വ്യത്യാസമുണ്ടാകും, ന്യൂക്ലിയസിൽ വ്യത്യാസമുണ്ടാകും, ക്രോമസോമിൽ അബ്നോർമാലിറ്റി ഉണ്ടാകും, മൈറ്റോസിസിലൊക്കെ വ്യത്യാസമുണ്ടാകും. ഓക്കെ, അപ്പൊ ഈ ക്യാൻസർ സെല്ലിന്റെ സെൽ മെംബ്രെയിനുകളെല്ലാം ഓൾട്ടേർഡ് ആയിരിക്കും. അത് കാരണം എന്താണ്? അവരുടെ ആ ഒരു സെല്ലിന്റെ ഉള്ളിലോട്ടും പുറത്തോട്ടുമുള്ള ഫ്ലൂയിഡ് മൂവ്മെന്റിനെയൊക്കെ എഫക്ട് ചെയ്യും. അപ്പൊ സാധാരണ ഈ പിക്ചറിൽ ഒന്ന് നോക്കിയേ. സാധാരണ ഒരു നോർമൽ സെൽ ഇങ്ങനെ ഇരിക്കുന്നേ, ക്യാൻസർ സെല്ല് നോക്കിയേ, അടങ്ങിയിരിക്കില്ലേ ട്യൂമർ സെല്ലുകൾ?
ട്യൂമർ സെൽ അടങ്ങിയിരിക്കോ? ഇല്ല. അത് ഇൻഫിൽട്രേറ്റ് ചെയ്യും അടുത്ത ടിഷ്യൂസിലോട്ട്, പിന്നെ ആക്സസ് കയറും, കിട്ടും എങ്ങോട്ട്? ലിംഫ് നോഡിലോട്ട്, ബ്ലഡ് വെസലിലോട്ട്, അങ്ങനെ അടുത്തടുത്ത ബോഡി പാർട്സിലോട്ടൊക്കെ പോയാലും നമ്മൾ പെറ്റ് സ്കാൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ക്യാൻസറിൽ ഉള്ളവരിൽ നോക്കുമല്ലേ വേറെ എവിടെയോട്ടെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കൂലേ. കാരണം നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കായിരിക്കും ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയായിരിക്കും പലതരത്തിലുള്ള നമ്മൾ മരുന്നുകൾ കൊടുത്ത് ഇതിനെ സപ്രസ് ചെയ്ത് അതിൻ്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്ത് വെക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയോതെറാപ്പി മുതലായ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മാനേജ്മെൻറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് നമ്മളെ ക്യാൻസറിനെ പറ്റിയുള്ള ഓരോ ഹെഡിങ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി അല്ലേ. മാലിഗ്നന്റ് സെല്ലിന് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഈ അതിന്റെ സെൽ മെംബ്രെയിനിന് വ്യത്യാസമുണ്ട് മാലിഗ്നന്റ് സെല്ലിന്റെ. ആ സെൽ മെംബ്രെയിനിൽ എന്തുണ്ട്? പ്രോട്ടീനുകളുണ്ട്, അതായത് ട്യൂമർ സ്പെസിഫിക് ആന്റിജനുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ നോക്കാറില്ലേ, ഓരോ ക്യാൻസറിനും സ്പെസിഫിക് ആയിട്ടുള്ള അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെയൊക്കെ നോക്കും. പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ, പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക്, പിന്നെ നമ്മുടെ ഒരു കുറേ ടൈപ്പ് ഓഫ് നമ്മളെ ബ്ലഡ് ടെസ്റ്റിലൂടെ ട്യൂമർ മാർക്കറുകൾ അറിയില്ലേ, ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ ഒരു മാലിഗ്നന്റ് സെല്ലാണെങ്കിൽ നമ്മുടെ മാലിഗ്നന്റ് സെല്ലുകളുടെ സെൽ മെംബ്രെയിനിൽ എന്തുണ്ടാവും? സെൽ മെംബ്രെയിനിൽ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീനുകളുണ്ട് കേട്ടോ. ഈ പ്രോട്ടീൻ എന്താണ്? അതാണ് നമ്മുടെ ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ. ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ അതിന് എക്സാമ്പിൾ ആണ് CEA. എന്താണ് CEA? കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ. PSA എന്താണ്? പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ഓക്കെ, അപ്പൊ അതാണ് അവരെന്താ ചെയ്യുന്നത്? അപ്പൊ അതുണ്ടാവും നമ്മുടെ മാലിഗ്നന്റ് സെല്ലിന്റെ സെൽ മെംബ്രെയിനിലാണെങ്കിൽ എന്തുണ്ടാവും? ഈ TSA ഉണ്ടാകും. അപ്പൊ ഈ TSA ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ CEA കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ, PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ മുതലായവ. അപ്പൊ ഈ പ്രോട്ടീനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ സെല്ലാണോ മാലിഗ്നന്റ് സെല്ലാണോ എന്ന് തിരിച്ചറിയാം. മാലിഗ്നന്റ് സെല്ലിന്റെ സെൽ മെംബ്രെയിനിൽ ഇത് ഉണ്ടാവുള്ളൂ, ബിനൈൻ സെല്ലിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരേ ടിഷ്യൂ ടൈപ്പ് എടുത്താൽ നമുക്ക് ഇതുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതിന് ഓരോ ട്യൂമർ മാർക്കേഴ്സ് നമ്മൾ പഠിക്കും കേട്ടോ. ട്യൂമർ മാർക്കേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ക്യാൻസറിനും ഓരോരോ ട്യൂമർ മാർക്കർ വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടീനുകൾ വെച്ച് നമുക്ക് ബിനൈൻ സെൽ ഏതാ, അതുപോലെ മാലിഗ്നന്റ് സെൽ ഏതാന്നൊക്കെ വ്യത്യാസപ്പെടുത്തി അറിയാം. അപ്പോൾ മാലിഗ്നന്റ് സെല്ലിന്റെ സെൽ മെംബ്രെയിനിലാണ് ഈ ഒരു പ്രോട്ടീൻ. ആ പ്രോട്ടീൻ എന്താ പറയാ? ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ വാല്യൂ നോക്കുകയെ നമ്മൾ, എന്നിട്ട് നമുക്ക് ഈ അസുഖം എത്രത്തോളം ഉണ്ട്, അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഡിസീസ് എന്ന് അറിയാം. അതുപോലെ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, ഒരാൾക്ക് അസുഖം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം അസുഖം കുറഞ്ഞു, എത്രത്തോളം അസുഖം കൂടി എന്നൊക്കെ അറിയാനെല്ലാം ഈ ഒരു ട്യൂമർ മാർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ട്യൂമർ സ്പെസിഫിക് ആന്റിജനുകൾ നമ്മൾ നോക്കുന്നത് വഴി നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും അയാളിലുള്ള അസുഖം കുറഞ്ഞു വരികയാണ്, കൂടി വരികയാണ് എന്നുള്ളത് അറിയാം. അസുഖം എത്രത്തോളം ഉണ്ട്, ഏത് സ്റ്റേജാണ്, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. അപ്പൊ നമ്മുടെ അവരുടെ സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ ഉണ്ട്, ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ. ഇനി അവരിലെ ന്യൂക്ലിയസ് എന്താണെന്നറിയോ? അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അത് വലുതാണ്, ഇറഗുലർ ഷേപ്പിലുമുള്ളതാണ്. അവരുടെ ന്യൂക്ലിയസ് എന്താണെന്നറിയോ? വലുതായിരിക്കും. നോക്കിയേ, വലിയ ന്യൂക്ലിയസ് ആയിരിക്കും, വലിയ ഷേപ്പ് ഒന്നുമില്ല, ഇറഗുലർ ഷേപ്പില് വലിയ ന്യൂക്ലിയസ് ആയിരിക്കും. അതിനെന്താ പറയാ? പ്ലിയോമോർഫിസം എന്ന് പറയുന്നു. അപ്പൊ ബിനൈൻ സെല്ലും ക്യാൻസർ സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ ന്യൂക്ലിയസ് വലുതാണ്, അതുപോലെ ഇറഗുലർ ആണ്, ദാറ്റ് ഇസ് പ്ലിയോമോർഫിസം. ഇനി ന്യൂക്ലിയോലൈ അല്ല, അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ സ്ട്രക്ചേഴ്സ് ഒക്കെ, അതായത് RNA ഒക്കെ വലുതാണ്, അതും കുറെ ന്യൂമറസ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് മാത്രമല്ല, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സുകളായ ന്യൂക്ലിയോലൈയും അതുപോലെ RNA അതെല്ലാം വലുതാണ്, അത് കുറേ ഉണ്ടാവും. ഓക്കെ, ന്യൂമറസ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ്ഡ് RNA സിന്തസിസ്. ഇനി ക്രോമസോമിലും അബ്നോർമാലിറ്റികൾ ഉണ്ടാകും. ഓക്കെ, അതുപോലെ ഫ്രജൈൽ ആയിരിക്കും, ക്രോമസോം ഫ്രജൈൽ ആയിരിക്കും, അബ്നോർമാലിറ്റീസ് ഉണ്ടാകും, അതായത് ഡിലീഷൻസ്, അഡീഷൻസ്, ട്രാൻസ്ലൊക്കേഷൻസ് മുതലായവ. അപ്പോൾ നമ്മുടെ ഇവരുടെ ക്രോമസോം നമ്മളെ സെൽ മെംബ്രെയിനിൽ പറഞ്ഞു ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ ഉണ്ടാകും, ന്യൂക്ലിയസ് വലുതാകും, ഇറഗുലർ ഷേപ്പ് ആകും, ദാറ്റ് ഈസ് പ്ലിയോമോർഫിസം. ന്യൂക്ലിയോലൈ അതുപോലെ സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഒക്കെ വലുതായിരിക്കും, ന്യൂമറസ് ആയിരിക്കും. ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാകും. ഓക്കെ, ഇനി ഇവരിലെ മൈറ്റോസിസ് മോർ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കും.
മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അവർ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൈറ്റോസിസ് ഒക്കേഴ്സ് മോർ ഫ്രീക്വൻ്റ്ലി ഇൻ മാലിഗ്നന്റ് സെൽസ് ദാൻ ഇൻ നോർമൽ സെൽസ്. ഓക്കെ ആണോ? അടുത്തതായിട്ട് നമുക്ക് ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു അല്ലെ, ബിനൈൻ ആയിട്ടുള്ള നിയോപ്ലാസം അതുപോലെ മാലിഗ്നന്റ് ആയിട്ടുള്ള നിയോപ്ലാസത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നമ്മൾ കുറെ ഡിഫറൻസസ് പറഞ്ഞു, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് PYQ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾസ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സ്റ്റഡി ടേബിൾ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഈ ബിനൈൻ ആയിട്ടുള്ളതും അതുപോലെ മാലിഗ്നന്റ് ആയിട്ടുള്ള സെല്ലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ അവരുടെ സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ സെല്ലിന്റെ ഗ്രോത്തിന്റെ റേറ്റ്, മെറ്റാസ്റ്റാസിസ്, ജനറൽ ഇഫക്ട്സ്, ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ആൻഡ് ദ എബിലിറ്റി, ഈ ഹെഡിങ്സിലൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ഹെഡിങ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ സെൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, അപ്പൊ ബിനൈൻ ആയിട്ടുള്ള സെല്ലുകൾ വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്, സാധാരണ നോർമൽ സെല്ല് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ട്യൂമർ ഏത് സെല്ലിൽ നിന്നാണോ വന്നത് സാധാരണ നമ്മുടെ നോർമൽ സെല്ല് പോലെ തന്നെ ഇരിക്കും, നല്ല വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. പക്ഷെ മാലിഗ്നന്റ് സെല്ല് നോക്കിയേ, നോർമൽ സെല്ല് പോലെ, അത് ഏത് സെല്ലിൽ നിന്നാണ് ഉണ്ടായ അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും, കുറച്ച് റിസംബ്ലൻസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്, ദി ഓഫൺ ബെയർ വെരി ലിറ്റിൽ റിസംബ്ലൻസ് ടു ദ നോർമൽ സെൽ കേട്ടോ. ഇനി ഇതിന്റെ ഗ്രോത്ത് എന്താ നോക്കിയേ, ഗ്രോത്ത് എന്താണ്? അത് ഗ്രോ ചെയ്യും. ട്യൂമർസ് ബിനൈൻ ട്യൂമർ ആണെങ്കിലും നമുക്കറിയാലോ, ഇപ്പൊ ചിലപ്പോൾ ബിനൈൻ ആയിട്ടുള്ള നമ്മുടെ ലിപ്പോമ ഒക്കെ ഇല്ലേ, നമുക്ക് ചിലപ്പോൾ ഫാറ്റി ഡെപ്പോസിറ്റ്സ് ഇത്തിരി ഗ്രോ ചെയ്യും അല്ലേ, അങ്ങനെ പെട്ടെന്ന് കുറേ ഗ്രോ ചെയ്യില്ല, എന്നാലും ഇത്തിരി ഗ്രോ ചെയ്യും. പക്ഷെ നമുക്കത് പാൽപേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ വ്യത്യാസം. അപ്പോൾ ഈ ഒരു ട്യൂമറിന്റെ ബിനൈൻ ആയിട്ടുള്ള ട്യൂമറുകൾ എന്താണ്, ഗ്രോ ചെയ്യും എക്സ്പാൻഷനിൽ, പക്ഷേ അടുത്ത ടിഷ്യൂസിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തൊന്നും പോകത്തില്ല കേട്ടോ. യൂഷ്വലി അത് എൻകാപ്സുലേറ്റഡുമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല, അതിങ്ങനെ പെരിഫറി പുറത്തോട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് അടുത്ത ടിഷ്യൂസിനെയൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യുക മാത്രമല്ല, സറൗണ്ടിങ് ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും അല്ലേ. നമുക്ക് മോഡ് ഓഫ് ഗ്രോത്ത് അറിയാം, സെൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായി. ഇവരത്തെ നമ്മുടെ ബിനൈൻ ട്യൂമർ ആണെങ്കിൽ പതുക്കെ ഗ്രോ ചെയ്യുള്ളൂ കേട്ടോ, സ്ലോ ആയിരിക്കും. പക്ഷെ ഇവിടെ വേരിയബിൾ ആണ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മോർ അനാപ്ലാസ്റ്റിക് ദ ട്യൂമർ ദ ഫാസ്റ്റർ ദ ഗ്രോത്ത്, ഡിപ്പെൻഡ്സ്. ചില മാലിഗ്നന്റ് ട്യൂമർ പെട്ടെന്ന് അങ്ങ് വളരും, ചിലത് പതുക്കെ വളരുള്ളൂ. എന്നാലും ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് എത്രത്തോളം അതിന്റെ ഡിഫറൻസിയേഷനും അനാപ്ലേസിയനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി മെറ്റാസ്റ്റാസിസ് ആണോ? ബിനൈൻ ആയിട്ടുള്ളത് അങ്ങനെ ഒരിടത്തോട്ട് സ്പ്രെഡ് ചെയ്യത്തില്ല കേട്ടോ, ഡു നോട്ട് സ്പ്രെഡ് ബൈ മെറ്റാസ്റ്റാസിസ്. പക്ഷെ ഇതങ്ങനെയല്ല, അടുത്ത ടിഷ്യൂസിലോട്ട് ആക്സസ് ഉണ്ട്, ബ്ലഡിലോട്ട് പോവും, ലിംഫിലോട്ട് പോവും, വേറെ ബോഡി പാർട്സിലോട്ടൊക്കെ പോവും. അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയും അല്ലേ, മെറ്റാസ്റ്റാസിസ് എന്ന് പറയും അല്ലേ. യെസ്. ഇനി അടുത്ത ജനറൽ ഇഫക്ട്സ് നോക്കിയാലോ. ഇതൊരു സാധാരണ കാരണം, നമ്മുടെ ഫൈബ്രോ അഡിനോമയൊക്കെ ബ്രസ്റ്റിൽ വരാറില്ല, അതൊരു സാധാരണ ലോക്കലൈസ്ഡ് ഫിനോമിനയാണ് കേട്ടോ. അത് വേറെ വലിയ ജനറലൈസ്ഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ചിലപ്പോൾ അത് വരുന്ന സ്ഥലം വല്ല വൈറ്റൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണെങ്കിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ അതൊരു സാധാരണ ഫിനോമിനയായിരിക്കും. അത് കാരണം വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ക്യാൻസർ വന്നാൽ അങ്ങനെയാണോ? നമ്മൾ ക്യാൻസർ വരുമ്പോൾ പെട്ടെന്ന് അറിയുന്നത് തന്നെ ചിലപ്പോൾ പെട്ടെന്നായിട്ട് ബോഡി വെയിറ്റ് ഒക്കെ കുറഞ്ഞ് വളരെ ഫെറ്റീഗ്, വീക്ക്നെസ് ഒക്കെ വരുമല്ലേ. മിക്കവാറും അസുഖം ക്യാൻസറിലും നമ്മൾ കാണുന്നത്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള കാരണം തന്നെ പെട്ടെന്ന് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ഭയങ്കര ക്ഷീണവും തളർച്ചയും നോർമൽ നമ്മുടെ ഡെയിലി ഫങ്ഷൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അല്ലേ നമ്മളൊന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അതപ്പോൾ ജനറലൈസ്ഡ് ഇഫക്റ്റ് ഉണ്ട് മാലിഗ്നന്റിൽ. ഭയങ്കര അനീമിക് ആയിരിക്കും, വീക്ക് ആയിരിക്കും, വെയിറ്റ് ഒക്കെ കുറയൊക്കെ ചെയ്യും കേട്ടോ. ഇനി ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, ബിനൈൻ സെൽസിന് വല്ല ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കോ? ഇല്ല. പിന്നെ അഥവാ അതിരിക്കുന്ന സ്ഥലം ബ്ലഡ് പോകുന്ന സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റൽ ഫങ്ഷൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു അഫെക്ഷൻ ഉണ്ടാവും എന്നല്ലാതെ ടിഷ്യൂവിനെ ഒന്നും ഡിസ്ട്രക്ഷൻ ചെയ്യുന്നില്ല. പക്ഷെ മാലിഗ്നന്റ് ട്യൂമർ അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് വളരെ അധികമായിട്ട് എല്ലാ ബ്ലഡ് സപ്ലൈയിലോട്ടും ബ്ലഡ് ഫ്ലോ ഉള്ള ഏരിയയിലോട്ടൊക്കെ പോയിട്ട് സെല്ലിനെയും ടിഷ്യൂവിനെയും ഒക്കെ ഡാമേജ് ചെയ്യുന്നു. ഇനി ബിനൈൻ ട്യൂമർ വന്നിട്ട് മരണസാധ്യതയുണ്ടോ? മോർട്ടാലിറ്റി റേറ്റ് പറയുകയാണെങ്കിൽ ഇല്ല, അങ്ങനെ മരണമൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ അതിരിക്കുന്ന ലൊക്കേഷൻ വൈറ്റൽ ഫങ്ഷൻസ് ചെയ്യുമായിട്ട് ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാലിഗ്നന്റ് ട്യൂമറിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം.
അപ്പൊ നമ്മൾ ബിനൈൻ ആയിട്ടുള്ള നിയോപ്ലാസവും അതുപോലെ മാലിഗ്നന്റ് ആയിട്ടുള്ള നിയോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കി അല്ലെ. എന്തിലെല്ലാം വ്യത്യാസമുണ്ട്? ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. സെൽ മെംബ്രെയിനിൽ ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ ഉണ്ടെന്നും ന്യൂക്ലിയസ് വലുതാണ്, ഇറഗുലർ ആണ്, അതായത് പ്ലിയോമോർഫിസം, ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ന്യൂക്ലിയോലയും RNAയും ഒക്കെ ലാർജ് ആണ്, ന്യൂമറസ് ആണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. അതുകൂടാതെ സെല്ലിൽ വ്യത്യാസമുണ്ട്, അതിന്റെ ഗ്രോത്തിൽ വ്യത്യാസമുണ്ട്, റേറ്റ് ഓഫ് ഗ്രോത്തിൽ വ്യത്യാസമുണ്ട്, മെറ്റാസ്റ്റാസിസിൽ വ്യത്യാസമുണ്ട്. ഇതുണ്ടാക്കുന്ന ജനറൽ ഇഫക്ട്സിൽ, ടിഷ്യൂ ഡിസ്ട്രക്ഷനില്, മരണസാധ്യതയ്ക്ക് ഒക്കെ വ്യത്യാസം. ഇതെല്ലാമാണ് എന്താണ് ഡിഫറൻസസ്. ഒരു ബിനൈൻ ആയിട്ടുള്ള ട്യൂമറും ഒരു മാലിഗ്നന്റ് ആയിട്ടുള്ള നിയോപ്ലാസവും തമ്മിലുള്ള വ്യത്യാസം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അടങ്ങിയിരിക്കോ? ഇല്ല, അത് അടുത്ത ടിഷ്യൂ പോകുന്നു, ലിംഫിലും ബ്ലഡിലും ഒക്കെ പോകുന്നു അല്ലെ. അപ്പൊ ഈ ഒരു മാലിഗ്നന്റ് ആണെങ്കിൽ എന്താ അവർക്ക് ഒരു കഴിവുള്ള എന്താണെന്നറിയോ? അവർക്ക് സ്പ്രെഡ് ചെയ്യാനും അവരുടെ ഈ ക്യാൻസറസ് ആയിട്ടുള്ള ഈ ഒരു സെല്ലിനെ അവരിയ്ക്കുന്ന ഓർഗനിൽ നിന്ന് വേറൊരു പാർട്ടിലോട്ട് പകരാനുമുള്ള സാധ്യത. ഇത് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്നത് എങ്ങനെയൊക്കെയാണ്? ഇൻവേഷൻ വഴിയും, അവർ ഇൻവേഡ് ചെയ്ത് പോകുന്നു. അതുപോലെ മെറ്റാസ്റ്റാസിസ് വഴിയുമാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രൈമറി ട്യൂമർ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന, അടുത്ത സറൗണ്ടിങ് ടിഷ്യൂസിലോട്ട് പോകുന്നത് പല രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് മെക്കാനിക്കൽ, അവരൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും അല്ലെ. ഇതിങ്ങനെ വലുതാവും തോറും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ എന്താ ചെയ്യുന്നത്? റാപ്പിഡ്ലി ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരും ഈ ട്യൂമർ സെല്ലിന്. എന്നിട്ട് ഇതിങ്ങനെ സറൗണ്ടിങ് ടിഷ്യൂസിലോട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു സെല്ലിന് ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വന്നിട്ട് ഇതിങ്ങനെ അടുത്ത ടിഷ്യൂസിലോട്ട് പോകുന്നു. അപ്പൊ മെക്കാനിക്കൽ പ്രഷർ വന്നിട്ട് അതിന്ന് അടുത്തോട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വന്ന് അതിങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ പറയും കാർന്ന് തിന്നുന്ന അസുഖമാണെന്ന് പറയും അല്ലെ, ക്യാൻസർ. അപ്പൊ ഇതിന് തന്നെ പിന്നെന്താ, ഈ ഒരു സെല്ലുകൾ എന്ത് ചെയ്യും എന്നറിയോ? അവര് കുറച്ച് അടുത്ത ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അങ്ങനത്തെ എൻസൈമുകൾ ഉണ്ടാക്കും കേട്ടോ, ഡിസ്ട്രക്റ്റീവ് എൻസൈമുകൾ. അതായത് പ്രോട്ടീനേസസ്, കൊളാജനേസസ്, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്, ലൈസോസോമൽ ഹൈഡ്രോലേസസ് മുതലായവ. അപ്പോൾ ഒന്ന് ഇവർക്ക് ഒരു ഫിംഗർ ഷേപ്പ് പ്രൊജക്ഷൻ വരും ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇവർക്ക് എൻസൈമുകൾ ഉണ്ടാകും. ഒന്ന് ഇവർക്ക് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാകും. അതുവഴി നമുക്ക് ഇവരിങ്ങനെ അടുത്തോട്ട് പോവട്ടോ. പിന്നെ ഇവര് ഡിസ്ട്രക്റ്റീവ് എൻസൈമുകൾ ഉണ്ടാക്കുവേ. അപ്പൊ ഈ ഡിസ്ട്രക്റ്റീവ് എൻസൈമുകൾ, ഇപ്പൊ അടുത്ത പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പ്രോട്ടീനെയൊക്കെ തകർക്കുന്ന പ്രോട്ടീനേസസ്, കൊളാജൻ ആണെങ്കിൽ കൊളാജനേസസ്, പ്ലാസ്മിനോജൻ ആണെങ്കിൽ പ്ലാസ്മേനെയൊക്കെ ഇതാക്കാൻ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്, ലൈസോസോമിനെ ലൈസോസോമൽ ഹൈഡ്രോലൈസസ്. ഇങ്ങനെയുള്ള എൻസൈമുകൾ എന്താ ചെയ്യുക? അടുത്തുള്ള ടിഷ്യൂസിനെ, സറൗണ്ടിങ് ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കുന്നു. അപ്പൊ അവരുടെ എന്താണ് സ്ട്രക്ചറൽ ടിഷ്യൂവിനെയും അടുത്ത വാസ്കുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ അതിനെല്ലാം നശിപ്പിച്ച് ഈ ഒരു സെല്ല്, നമ്മുടെ ക്യാൻസർ സെല്ലില്ലേ, മാലിഗ്നന്റ് സെല്ലിനെ ഇൻവേഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഒന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനിലൂടെയും ഇവരുണ്ടാക്കുന്ന ഡിസ്ട്രക്റ്റീവ് എൻസൈമുകളിലൂടെയുമാണ് ഇവരെ ഇൻവേഷന് സഹായിക്കുന്നത്. അപ്പൊ ഇവര് അടുത്തോട്ട് പോകാൻ സഹായിക്കുന്നത് ഇൻവേഷൻ അതുപോലെ മെറ്റാസ്റ്റാസിസ് ആണ്. അപ്പൊ ഈ ഇൻവേഷന് സഹായിക്കുന്നത് ഇവരുടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസും അതുപോലെ എന്താണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസും അതുപോലെ ഇവരുണ്ടാക്കുന്ന ഡിസ്ട്രക്റ്റീവ് എൻസൈമുകളുമാണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ലെക്ചർ നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ലെക്ചർ നോട്ട്സ് എഴുതുക. അടുത്ത ഒരു ടോപ്പ് പോയിന്റ് ആണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ട്യൂമറിൽ നിന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡയറക്റ്റ് സ്പ്രെഡ് ഓഫ് ട്യൂമർ സെൽസ് ടു ബോഡി ക്യാവിറ്റീസ് അല്ലെങ്കിൽ ലിംഫാറ്റിക് ബ്ലഡ് സർക്കുലേഷനിലൂടെയൊക്കെ. ഓക്കെ, ഒന്നുകിൽ ഡയറക്റ്റ് സ്പ്രെഡ് മെറ്റാസ്റ്റാസിസ്, ഒന്നുകിൽ അവർ ഡയറക്റ്റ് ആയിട്ട് സ്പ്രെഡ് ആവുന്നു, അല്ലെങ്കിൽ ലിംഫാറ്റിക്കിലൂടെയും അതുപോലെ ബ്ലഡിലൂടെയും എല്ലാം അടുത്തോട്ട് പോകുന്നു. ഡയറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? അടുത്തടുത്ത ബോഡി പാർട്സിലോട്ട് ഡയറക്റ്റ് സ്പ്രെഡ്, അല്ലെങ്കിൽ അവർ ലിംഫിലൂടെയും അതുപോലെ ബ്ലഡ് സർക്കുലേഷനിലൂടെ എല്ലാം അടുത്തടുത്ത ബോഡി പാർട്സിലോട്ട് മെറ്റാസ്റ്റാസിസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ഇൻവേഷൻ പറഞ്ഞു. ഇൻവേഷൻ രണ്ട് രീതിയിലാണ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിലൂടെ, അതുപോലെ ഡിസ്ട്രക്റ്റീവ് എൻസൈമുകൾ ഉണ്ടാക്കി, പ്രോട്ടീനേസസ്, കൊളാജിനേസസ്, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്, ലൈസോസോമൽ ഹൈഡ്രോലൈസസ് മുതലായവ. അതുപോലെ തന്നെ മെറ്റാസ്റ്റാസിസ് ഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ലിംഫാറ്റിക് ആൻഡ് ബ്ലഡ് സ്പ്രെഡിലൂടെയും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ലിംഫാറ്റിക് ആൻഡ് ബ്ലഡ് സ്പ്രെഡ് എന്ന് നോക്കണ്ടേ? അപ്പൊ രണ്ട് രീതിയിൽ ക്യാൻസർ സെല്ല് സ്പ്രെഡ് ആവുന്നു. ഒന്ന് ലിംഫിലൂടെ, പിന്നെ ഒന്ന് ബ്ലഡിലൂടെ, അല്ലെ? ആദ്യം തന്നെ ലിംഫിലൂടെ എങ്ങനെയാ നോക്കിയാലോ? ലിംഫാറ്റിക് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സർക്കുലേഷനിലൂടെ ഈ ട്യൂമർ സെല്ല് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അല്ലെ? ലിംഫിലൂടെ അടുത്തടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. അപ്പൊ അതാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൽ കൂടുതലും നമ്മൾ അടുത്ത ലിംഫ് നോഡുകളെല്ലാം എൻലാർജ്ഡ് ആയിരിക്കും. അവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ ലിംഫ് നോഡുകളിലോട്ടെല്ലാം അസുഖം പകർന്നിട്ടുണ്ടാവും, പെട്ടെന്നായിരിക്കും. അതുപോലെ ഹെമറ്റോജിനസ് ബ്ലഡിലൂടെയുള്ള സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിലൂടെ, അത് ഒരു ട്യൂമറിന്റെ മാസ്കുലാരിറ്റി പോലെ ഇരിക്കും. എത്രത്തോളം ബ്ലഡ് വെസൽസ് നിറഞ്ഞതാണ് ആ ബ്ലഡിലോട്ട് പകർന്ന് അടുത്തടുത്ത ബോഡി പാർട്ടിലോട്ട് പോകും. അപ്പൊ രണ്ട് രീതിയിൽ പോവാം, ലിംഫാറ്റിക്കിലൂടെയും ബ്ലഡിലൂടെയും. അടുത്തതായിട്ട് നമ്മുടെ ക്യാൻസറിൽ നടക്കുന്ന ഒരു സംഭവ വികാസമാണ് ഈ ആൻജിയോജെനിസിസ് എന്ന് പറയുന്നത്. ഈ ട്യൂമറുകൾക്ക് വളരാനായിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ വേണ്ട. ഇത് പെട്ടെന്ന് അങ്ങ് വളരുക ചെയ്യുന്നതല്ലേ. അപ്പൊ അതിനെന്താ ചെയ്യാന്നറിയോ? അതിന് നിറയെ ഓക്സിജനും ന്യൂട്രിയൻസും വേണം. അതിനു വേണ്ടി പുതിയ കാപ്പിലറീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. വി നോ ദാറ്റ് ജെനസിസ് ഇസ് എ ഗ്രോത്ത്, അല്ലെ? ജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. അപ്പൊ ആൻജിയോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ്. അപ്പൊ എന്താണ്? പുതിയ ബ്ലഡ് വെസൽസ് അങ്ങ് ഉണ്ടാവാൻ തുടങ്ങും കേട്ടോ. അപ്പൊ ഈ ക്യാൻസറിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആൻജിയോജെനിസിസിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആന്റി ആൻജിയോജെനിസിസ് മരുന്നുകളൊക്കെ കൊടുക്കുവേ. കാരണം എന്ന് വെച്ചാൽ ഈ ട്യൂമറിന് വളരാനായിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും വേണമെന്നതിനാൽ ഈ ട്യൂമറുകൾ എന്ത് ചെയ്യുന്നറിയോ? കുറെ ഗ്രോത്ത് ഫാക്ടേഴ്സും എൻസൈമുകളും ഉണ്ടാക്കുവേ. അതായത് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, ഇങ്ങനെയുള്ള ഗ്രോത്ത് ഫാക്ടറുകളുടെയൊക്കെ സഹായത്താൽ പുതിയ ബ്ലഡ് വെസലുകൾ ഉണ്ടാവും. ആ പുതിയ ബ്ലഡ് വെസലുകൾ ഈ ട്യൂമറിന് വളരാൻ വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊടുത്തിട്ട് ഈ ട്യൂമർ അങ്ങ് വളരാൻ തുടങ്ങും. അപ്പൊ ട്യൂമറിന്റെ വളർച്ച തടയാനും ക്യാൻസർ തടയാനും നമ്മൾ എന്താ ചെയ്യുക? ഈ ആൻജിയോജെനിസിസ് നമ്മൾ തടയണം. ഈ ആൻജിയോജെനിസിസ് തടയാൻ പോകുന്ന മരുന്നുകൾ നമ്മൾ കൊടുത്ത് ഈ ആൻജിയോജെനിസിസ് തടഞ്ഞാൽ മാത്രമേ നമുക്ക് ട്യൂമറിന്റെ വളർച്ച തടയാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഈ സെല്ലുകൾ എന്ത് ചെയ്യുന്നറിയോ? പുതിയ ബ്ലഡ് വെസലുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. പുതിയ കാപ്പിലറീസ് ഈ ഹോസ്റ്റ് ടിഷ്യൂവിൽ നിന്നുണ്ടാകും. അതിന് കാരണം ഈ ക്യാൻസർ ബാധിച്ച ടിഷ്യൂ കുറെ ഗ്രോത്ത് ഫാക്ടറുകളും എൻസൈമുകളൊക്കെ റിലീസ് ചെയ്യും. അതിലൊന്നാണ് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ മുതലായവ. ഇതെല്ലാം റിലീസ് ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് കാർസിനോജെനസിസ്. കാർസിനോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് എങ്ങനെയാണ് ഒരു നമ്മുടെ ക്യാൻസറിന്റെ ഫോർമേഷൻ, അല്ലെ? മാലിഗ്നന്റ് ആയിട്ടുള്ള, നമ്മളൊരു ബിനൈൻ ആയിട്ടുള്ള ഒരു സംഭവം മാലിഗ്നന്റ് ആയിട്ട് മാറുന്നു, അല്ലെ? അതിനെയാണ് നമ്മൾ കാർസിനോജെനിസിസ് എന്ന് പറയുന്നത്. അതൊരു മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിന് 3 സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെയാണ്? 3 സ്റ്റെപ്പ് അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇനിസിയേഷൻ, അതുപോലെ പ്രൊമോഷൻ ആൻഡ് പ്രോഗ്രഷൻ. 3 സ്റ്റെപ്പ് അടങ്ങിയതാണ്. ഏതൊക്കെയാണ്? 1 ഈസ് ഇനിസിയേഷൻ, ദ സെക്കൻഡ് 1 ഈസ് പ്രൊമോഷൻ, ദ തേർഡ് 1 ഈസ് പ്രോഗ്രഷൻ. ഓക്കെ, അപ്പൊ കാർസിനോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനൈൻ ആയിട്ടുള്ള സെല്ലുകൾ കാർസിനോജൻസ് ആയി മാറുന്നു, മാലിഗ്നന്റ് ആയിട്ട് മാറുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിന് 3 സ്റ്റെപ്പുകൾ ഉള്ളത് ഏതൊക്കെയാണ്? ഇത് ചോദിച്ചതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് എ PYQ. ഇനിസിയേഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രോഗ്രഷൻ. അതിൽ ഇനിസിയേഷനിൽ എന്താ സംഭവിക്കാന്നറിയോ? അവിടെ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ആൾക്കാർ അതിനെ ഇനിസിയേറ്റേഴ്സ് എന്ന് വിളിക്കാം. തുടക്കം ഇടുന്നത് കേട്ടോ, കാർസിനോജൻസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റേഴ്സ് എന്ന് വിളിക്കാം. അതായത് കെമിക്കലുകളാകാം, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആകാം, ബയോളജിക്കൽ ഏജൻസ് ആകാം. ഇവരെല്ലാം എന്ത് ചെയ്യും? ഇവർ നോർമൽ സംഭവത്തിൽ നിന്നൊക്കെ അങ്ങ് എസ്കേപ്പ് ചെയ്തിട്ട് നമ്മുടെ സെല്ലിലെ DNA-യുടെ ജെനറ്റിക് സ്ട്രക്ചറൊക്കെ അങ്ങ് മാറ്റിക്കളയും. അപ്പൊ ഈ എന്തെങ്കിലും കാരണങ്ങളാകാം, അത് ഫിസിക്കലോ കെമിക്കലോ ബയോളജിക്കൽ കാരണങ്ങളൊക്കെ ആകാം. അപ്പൊ അങ്ങനെയുള്ള ഇനിസിയേറ്റേഴ്സ് അഥവാ കാർസിനോജൻസ് നമ്മുടെ സെല്ലിന്റെ DNA-യുടെ ജെനറ്റിക് സ്ട്രക്ചറിനെ അങ്ങ് വ്യത്യാസപ്പെടുത്തി കളയും. അതാണ് ഇനിസിയേഷനിൽ നടക്കുന്നത്. അടുത്തത് പ്രൊമോഷൻ. അപ്പൊ DNA-യുടെ സ്ട്രക്ചറൊക്കെ മാറിയേ, ജെനറ്റിക് സ്ട്രക്ചർ മാറി. പ്രൊമോഷനിലാണെങ്കിൽ ഈ കാർസിനോജൻസ് കാർസിനോജൻസിന്റെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് എക്സ്പോഷർ വരുമ്പോൾ അതിനെ നമ്മൾ പ്രൊമോട്ടിംഗ് ഏജൻസ് പറയും. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും
എന്താ ചെയ്യുന്നത്? അപ്പൊ ഇവരിൽ മൊത്തത്തിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ എന്താണ്, ഈ ഒരു അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മ്യൂട്ടന്റ് ജെനറ്റിക്സ് കാണിക്കാൻ തുടങ്ങും. ഓക്കെ, ഈവൻ ആഫ്റ്റർ ദ ലോങ് ലേറ്റ്. അപ്പൊ കുറെ സ്ഥിരമായിട്ട് അതിന്റെ എക്സ്പോഷർ വരുമ്പോൾ കംപ്ലീറ്റ്ലി ആ സെല്ലിന് വ്യത്യാസം വരുന്നു. അങ്ങനെ പ്രോഗ്രഷൻ സ്റ്റേജ് എത്തിക്കഴിയുമ്പം ഈ വ്യത്യാസപ്പെട്ട സെല്ലിന് എന്ത് വന്നു? ഈ മാലിഗ്നന്റ് ബിഹേവിയർ കാണിച്ചു തുടങ്ങുന്നു. അപ്പൊ 3 സ്റ്റേജ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ ഇനിസിയേഷൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റേജിനെ നമ്മൾ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു. ഇത് 3ഉമാണ് നമ്മുടെ കാർസിനോജെനസിന്റെ 3 സ്റ്റേജസ്. ഓക്കെ, അപ്പൊ ഇനിസിയേഷനിൽ ഇനിസിയേറ്റേഴ്സ് കാരണം സെല്ലിന്റെ DNA ജനറ്റിക് ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നു. പ്രൊമോഷനിൽ അങ്ങനെ ഒരു അബ്നോർമൽ മ്യൂട്ടന്റ് ജെനറ്റിക്സ് കാണിച്ചു തുടങ്ങുന്നു. മൂന്നാമത്തെ കേസായ പ്രോഗ്രഷൻ എത്തുമ്പോൾ ഈ സെല്ലുകൾക്ക് മാലിഗ്നന്റ് ബിഹേവിയർ കാണിച്ചു തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സെല്ലുകൾക്ക് എന്ത് 2 രീതിയിൽ ചെയ്യാല്ലേ? അവർക്ക് ഇൻവേഷനും മെറ്റാസ്റ്റാസിസിനുമുള്ള കഴിവുണ്ട്. ഇൻവേഷൻ എങ്ങനെയൊക്കെയാണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിലൂടെയും അവരുണ്ടാക്കുന്ന ഡിസ്ട്രക്റ്റീവ് എൻസൈമുകളിലൂടെയും. അതുപോലെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ലിംഫാറ്റിക് അല്ലെങ്കിൽ ബ്ലഡ് സ്പ്രെഡിലൂടെയുമാണ് അവർ സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടു. ഇതിനൊക്കെ സഹായിക്കുന്ന ഈ ക്യാൻസർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ കാർസിനോജൻസ് എന്നും, ഇത് ഉണ്ടാക്കാൻ സഹായിക്കുന്നവരെ നമ്മൾ കാർസിനോജൻസ് എന്ന് വിളിക്കുന്നു. കാർസിനോജൻസ് ആർ ദ ഏജൻസ്. ഒന്നുകിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെ? ഈ ബിനൈൻ സെല്ലിനെ മാലിഗ്നന്റ് സെല്ലാക്കുന്ന, മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാർസിനോജനുകൾ എന്ന് വിളിക്കുന്നു. അത് ഫിസിക്കൽ ഫാക്ടേഴ്സ് ആകാം, കെമിക്കൽ ആകാം, ബയോളജിക്കൽ ആകാം. ഇവര് നമ്മൾ എന്ത് വിളിക്കുന്ന? കാർസിനോജൻസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 2 ടോപ്പിക്സ് ആണ് പഠിച്ചത്. ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസിന്റെ എപ്പിഡമോളജിയും പത്തോഫിസിയോളജിയും നമ്മൾ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് ക്യാൻസർ? ഏതാണ് ക്യാൻസറിനെ പറ്റി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ട്രൂ ഒന്ന് എൻസർക്കിൾ ചെയ്യുക. എന്താണ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാം. ആദ്യത്തെ ഓപ്ഷൻ, ക്യാൻസർ ഇസ് എ സിംഗിൾ ഡിസീസ് വിത്ത് എ സിംഗിൾ കോസ്. Second statement, cancer is a group of distinct diseases with different causes. Cancer only occurs in people older than 65 years. Cancer is not affected by environmental factors. ഓക്കെ, അപ്പൊ ഇതിൽ എന്തായിരിക്കാം ഏറ്റവും ശരിയായിട്ടുള്ള പ്രോംപ്റ്റ് ആൻസർ എന്ന് പറയുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? അതെ, ക്യാൻസർ ഒരു സിംഗിൾ ഡിസീസ് വിത്ത് എ സിംഗിൾ കോസ് ആണോ? അല്ല. ക്യാൻസർ ഒള്ളി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ എലിമിനേറ്റീവ് ടെക്നിക്സും കൂടെ നമ്മൾ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് MCQs വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതായിരിക്കും. കാരണം നമുക്കിപ്പോൾ അറിയാത്ത കാര്യം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അറിയില്ലെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് കുറേ ടെക്നിക്സ് നമ്മൾ സ്ഥിരമായിട്ട് MCQ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ ഒള്ളി എന്നൊക്കെ വരുമ്പോൾ മിക്കവാറും അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീഡ് ചെയ്ത് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒള്ളി എന്നുള്ളതൊക്കെ വരുമ്പോൾ മിക്കവാറും അത് കറക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇനി ക്യാൻസർ ഈസ് നോട്ട് അഫക്റ്റഡ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം ഒന്നും അഫക്റ്റ് ആകാത്തതാണോ? അതുമല്ല, അല്ലെ? അപ്പൊ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ഏതാ വരിക? ബി ഓപ്ഷൻ ആണ് ശരിയായി വരുന്നത്. വിച്ച് ജെൻഡർ ഹാസ് എ ഹയർ ഓവറോൾ ഇൻസിഡൻസ് ഓഫ് ദ ക്യാൻസർ? ഏത് ജെൻഡറിലാണ് കൂടുതൽ ഇൻസിഡൻസ് കാണുന്നത്? അതെ, മെന്നിനാണ്, അല്ലെ? അതെ, മെന്നിനാണ് വിമണിനെക്കാളും കൂടുതൽ ഇൻസിഡൻസ് കാണുന്നത്. മെന്നിന് കൂടുതലും നമ്മുടെ ഓറൽ ക്യാവിറ്റി ലങ്സിലും, വിമണിൽ കൂടുതലും ബ്രസ്റ്റും സെർവിക്സിലും ഒക്കെയാണ്. അടുത്തത്, വാട്ട് ഈസ് ദ സെക്കൻഡ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്യാൻസർ, ഡയബറ്റിസ്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്. ഏത് കാരണമാണ് അസുഖം കൂടുതൽ ഉണ്ടാവുന്നത്? അസുഖം കൂടുന്നതല്ല, മരണനിരക്ക് 2ാം സ്ഥാനത്ത് എത്തുന്നത് ഏതാണ്? ക്യാൻസർ ആണ്, അല്ലെ? ആദ്യത്തെ സ്ഥാനം നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസിനും 2ാം സ്ഥാനം ക്യാൻസറിനുമാണ്. Which type of cancer is a leading cause of cancer-related death in both men and women in US? ഏതാണ്? ലങ് ക്യാൻസർ കാരണമാണ് US-ൽ കൂടുതലും മരണനിരക്ക് ഉണ്ടാവുന്നത്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും. Which of the following is not a contributing factor to a cancer disparities among African Americans? Exposure, economic status, access to healthcare, genetic mutations only. ഇതിൽ ഏതാണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ അല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? കണ്ടോ, മിക്കവാറും ഇതല്ല എന്ന് പറയാം കേട്ടോ. ജനറ്റിക് മ്യൂട്ടേഷൻസ് മാത്രമാണ് എന്ന് പറയാമോ? അല്ല.
ഹൗ ഡസ് എ ക്യാൻസർ ടിപ്പിക്കലി ബിഗിൻ? എങ്ങനെ ആയിരിക്കാം ഒരു ക്യാൻസർ ഉണ്ടാവുന്നത്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണോ? എ നോർമൽ സെൽ അണ്ടർഗോയിങ് ജെനറ്റിക് മ്യൂട്ടേഷൻ, ദ ഡിക്രീസ് ഇൻ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ആഫ്റ്റർ ഇൻഫെക്ഷൻ, ഇൻക്രീസ്ഡ് ഓക്സിജൻ സപ്ലൈ ടു നോർമൽ സെൽ. എന്താണ്? അതെ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സെല്ലിന് എന്ത് സംഭവിച്ചു? നോർമൽ സെല്ലിന് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു അല്ലേ? അതിൻ്റെ ജെനറ്റിക് ക്യാരക്ടർ വ്യത്യാസം സംഭവിച്ചു DNA-ക്ക്. അങ്ങനെയാണ് ഒരു ക്യാൻസർ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. What is a term used to describe the ability of cancer cells to spread to other body parts? അതിന് നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ക്യാൻസർ ഇങ്ങനെ വേറെ ബോഡി പാർട്സിലോട്ട് സ്പ്രെഡ് ആവുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അതെ, മെറ്റാസ്റ്റാസിസ് എന്ന് നമ്മൾ വിളിക്കുന്നു. മെറ്റാസ്റ്റാസിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ദ സ്പ്രെഡിങ്, അത് എബിലിറ്റി, ക്യാൻസർ സെൽ അടുത്തടുത്ത ബോഡി പാർട്സിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനെ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് ദ ബിനൈൻ ഫ്രം ദ മാലിഗ്നന്റ് ട്യൂമേഴ്സ്? മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഡു നോട്ട് മെറ്റാസ്റ്റാസൈസ്. Benign tumors have uncontrolled growth. Malignant tumors invade nearby tissues and metastasize. Malignant tumors follow physiological growth patterns. ഇതിൽ എന്താണ് ശരിയായിട്ടുള്ളത്? എന്താണ് ബിനൈനും മാലിഗ്നന്റും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തത് ശരിയാണോ? മാലിഗ്നന്റ് ട്യൂമർ ഡു നോട്ട് മെറ്റാസ്റ്റാസൈസ് എന്നുള്ളത് തെറ്റാണ്. മാലിഗ്നന്റ് ട്യൂമർ മെറ്റാസ്റ്റാസൈസ് ചെയ്യൂലേ, അടുത്തടുത്ത് സ്പ്രെഡ് ആവും. ബിനൈൻ ട്യൂമറിന് അൺകൺട്രോൾഡ് ഗ്രോത്ത് ആണോ? അല്ല, കൺട്രോൾഡ് ഗ്രോത്ത് ആണ്. അതും തെറ്റാണ്. മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഇൻവേഡ് നിയർ ബൈ ടിഷ്യൂസ് ആൻഡ് മെറ്റാസ്റ്റസൈസ്, അത് കറക്റ്റ് ആണ്. മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഫോളോ ഗ്രോത്ത് പാറ്റേൺ കറക്റ്റ് ആണോ? അല്ല. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാലിഗ്നന്റ് സെൽ? മാലിഗ്നന്റ് ആയിട്ടുള്ള ഒരു സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്ത്? അൺകൺട്രോൾഡ് ഗ്രോത്ത്, പ്രസൻസ് ഓഫ് ട്യൂമർ സ്പെസിഫിക് ആന്റിജൻസ്, നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, എബിലിറ്റി ടു ഇൻവേഡ് സറൗണ്ടിങ് ടിഷ്യൂസ്. എന്താണ്? അൺകൺട്രോൾഡ് ഗ്രോത്ത് ശരിയല്ലേ? ശരിയാണ്. ട്യൂമർ സ്പെസിഫിക് ആന്റിജൻ ഉണ്ട്, ശരിയാണ്. അടുത്തടുത്ത് എൻവൈഡിയും ശരിയാണ്. നോർമൽ ഫംഗ്ഷൻ ആണോ? അല്ല അല്ലേ, ഒരു അബ്നോർമൽ അല്ലേ? അപ്പൊ നോർമൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് തെറ്റാണ് അല്ലേ? അപ്പൊ ഏതാ വരാത്തത്? നോർമൽ ഫിസിയോളജിക് ഫംഗ്ഷൻ. അടുത്തത്, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് എ ലാക്ക് ഓഫ് നോർമൽ സെല്ലുലാർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിഫറൻസസ് ഇൻ ഷേപ്പ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ മാലിഗ്നന്റ് സെൽസ്? ഹൈപ്പർപ്ലേസിയ, ഡിസ്പ്ലേസിയ. ഏതാണ്? നോർമൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നഷ്ടപ്പെട്ടു ഷേപ്പിലും ഓർഗനൈസേഷനിലൊക്കെ വ്യത്യാസം വരുന്നതിന് ഏത് ടേം ആണ് ഉദ്ദേശിക്കുന്നത്? ഏതാണ്? അനാപ്ലേസിയ എന്നാണ് പറയുന്നത് അല്ലേ? അനാപ്ലേസിയാണ്. What is the role of tumor specific antigens in cancer cells? Cancer cells tumor specific antigens ന്റെ റോൾ എന്താണ്? They prevent metastasis, they help to track the disease progression, they repair the DNA damage, they convert the malignant cells into benign cells. എന്താണ് ഈ ഒരു ട്യൂമർ സ്പെസിഫിക് ആന്റിജൻസിന്റെ റോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്കത് നോക്കുമ്പോൾ അസുഖം എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു എന്നറിയാം അല്ലേ? നമ്മളിത് നോക്കുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് അസുഖം കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. വൈ ഡു ക്യാൻസർ സെൽസ് ഹാവ് എ ലാർജർ ആൻഡ് മോർ ഇറഗുലർ ന്യൂക്ലിയസ്? അതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ക്യാൻസർ സെൽസിന് ന്യൂക്ലിയസ് വലുതാണ്, അതുപോലെ ഇറഗുലർ ആണ്? അതിന് നമ്മൾ പറഞ്ഞു പ്ലിയോമോർഫിസം എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ. Which of the following chromosomal abnormalities is commonly found in cancer cell? കാണാൻ സാധ്യതയുള്ള ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി ഇതിൽ ഏതാണ്? ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ട്രാൻസ്ലൊക്കേഷൻ, ഡിലീഷൻ, അഡീഷൻ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഇൻക്രീസ്ഡ് മൈറ്റോട്ടിക് ആക്ടിവിറ്റി ഇൻ മാലിഗ്നന്റ് സെൽസ്? അപ്പോൾ ഒരു മാലിഗ്നന്റ് സെല്ലിൽ മൈറ്റോട്ടിക് ആക്ടിവിറ്റി കൂടാൻ കാരണം എന്താണ്? മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ കൂടുതലായിരിക്കും മാലിഗ്നന്റ് സെല്ലിൽ. അതിന് കാരണം എന്താണ്? മാലിഗ്നന്റ് സെൽ റിക്വയർ മോർ ഓക്സിജൻ, മാലിഗ്നന്റ് സെൽസ് ഹാവ് എ ലോങ്ങർ ലൈഫ് സ്പാൻ, മാലിഗ്നന്റ് സെൽസ് ഇഗ്നോർ ഗ്രോത്ത് റെഗുലേറ്റിംഗ് സിഗ്നൽസ്, മാലിഗ്നന്റ് സെൽസ് ഒൺലി ഡിവൈഡ് അണ്ടർ ഹൈപ്പോക്സിക് കണ്ടീഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ കൂടുതലാണ്, ഗ്രോത്ത് കൂടുതലാണ്. കാരണം ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്ന സിഗ്നലുകളെ ഒന്നും മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. മാലിഗ്നന്റ് സെൽസ് ഇഗ്നോർ ഗ്രോത്ത് റെഗുലേറ്റിംഗ് സിഗ്നൽസ്. Hope it's clear. Next question. What is the term used to describe the spread of cancerous cells from one organ or body part to another? Angiogenesis, invasion, metastasis, differentiation. എന്താ ആ ടേമിന് പറയുന്നത്?
മെറ്റാസ്റ്റാസിസ് എന്നാണ് പറയുന്നത് അല്ലെ. ഒരിടത്തു നിന്ന് മറ്റൊരിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനെ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന ടേമാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻവേഷൻ ഇൻ ക്യാൻസർ? ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് ട്യൂമർ സെൽസ് ഫ്രം ദ പ്രൈമറി സൈറ്റ്, ദ സ്പ്രെഡ് ഓഫ് മാലിഗ്നന്റ് സെൽസ് ത്രൂ ലിംഫാറ്റിക് സർക്കുലേഷൻ, ദ ഗ്രോത്ത് ഓഫ് ദ പ്രൈമറി ട്യൂമർ ഇൻ ടു സറൗണ്ടിങ് ഹോസ്റ്റ് ടിഷ്യൂസ്, ദ ഫോർമേഷൻ ഓഫ് ന്യൂ ബ്ലഡ് വെസൽസ് ടു സപ്ലൈ ദ ട്യൂമർ. ഇതിൽ എന്താണ് ഇതിലെ ഇൻവേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, ഈ ഗ്രോത്ത് ഓഫ് ദ പ്രൈമറി ട്യൂമർ ഇൻ ടു സറൗണ്ടിങ് ഹോസ്റ്റ് ടിഷ്യൂ. രണ്ട് രീതിയിൽ ഇൻവേഷൻ നടക്കുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിസ്ട്രക്റ്റീവ് എൻസൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഇസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ഇൻവേഷൻ ഓഫ് മാലിഗ്നന്റ് സെൽ? കൊളാജനേസസ്, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്, ലൈസോസോമൽ ഹൈഡ്രോലൈസസ്, അമൈലേസ്. ഇതിൽ ഏതാണ് ഇൻവേഷനിൽ ഒന്നും ഹെൽപ്പ് ചെയ്യാത്ത ഒരാൾ? ആരാണ്? അമൈലേസ് അല്ലേ. ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. പ്രോട്ടിയേസസ്, കൊളാജനേസസ്, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്, ലൈസോസോമൽ ഹൈഡ്രോലൈസ്. അപ്പോൾ പറയാത്തത് അമൈലേസ് അല്ലേ. ഹെമറ്റോജീനസ് സ്പ്രെഡ് ഓഫ് ക്യാൻസർ ഈസ് പ്രൈമർലി ഡിപ്പെൻഡന്റ് ഓൺ വിച്ച് ഫാക്ടർ? നമ്മൾ പറഞ്ഞു ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യും എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? വാസ്കുലാരിറ്റി ഓഫ് ട്യൂമർ, ദ പ്രസൻസ് ഓഫ് ട്യൂമർ സ്പെസിഫിക് ആൻറ്റിജൻസ്, ദ ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ്, ദ സൈസ് ഓഫ് ട്യൂമർ. എന്ത് കാരണമാണ് നമ്മുടെ ക്യാൻസർ ബ്ലഡിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? അതിന് കൂടുതൽ കാരണം എന്താണ്? ആ ഒരു ട്യൂമറിന്റെ വാസ്കുലാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഇൻവോൾവ്സ് ദ ഗ്രോത്ത് ഓഫ് ന്യൂ കാപ്പിലറീസ് ടു സപ്ലൈ ദ? പുതിയ കാപ്പിലറി ഉണ്ടായി ഈ ട്യൂമറിന് ഓക്സിജനും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻജിയോജെനിസിസ് എന്ന് വിളിക്കുന്നു. അതിന് കാരണം ഗ്രോത്ത് ഫാക്ടേഴ്സും എൻസൈമുകളുമാണ്, വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ മുതലായവ. വിച്ച് ഫാക്ടർ പ്ലേസ് എ കീ റോൾ ഇൻ ആൻജിയോജെനിസിസ്? പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ, ലൈസോസോമൽ ഹൈഡ്രോലേസ്, വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, കൊളാജനേസ്. ഏതാണ്? അതെ, വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ കാർസിനോജെനിസിസ്? കാർസിനോജെനിസിന്റെ 3 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇനിസിയേഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രോഗ്രഷൻ. അതിൽ വരാത്തത് ഏതാണ്? അതേ, സപ്രഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ, വാട്ട് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ഇനിസിയേഷൻ ഫേസ് ഓഫ് കാർസിനോജെനിസിസ്? കാർസിനോജെനിസിന്റെ ഇനിസിയേഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? സെൽ സ്റ്റാർട്ട് എക്സ്പ്രസിംഗ് ദ എബ്നോർമൽ ജനറ്റിക് ഇൻഫർമേഷൻ. റിപ്പീറ്റഡ് എക്സ്പോഷർ ടു co-carcinogens leads to abnormal growth. Carcinogens alter the genetic structure of cellular DNA. Malignant cells exhibit increased invasive behavior. നമ്മുടെ ഇനിസിയേഷൻ എന്ന് പറയുന്ന ഫേസിൽ എന്താണ് ഇതിൽ നടക്കുന്നത്? അതെ, കാർസിനോജനുകൾ കാരണം DNA-യുടെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നു അല്ലേ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫേസ് ഓഫ് കാർസിനോജെനിസിസ് ഇൻവോൾവ് റിപ്പീറ്റഡ് എക്സ്പോഷർ ടു പ്രൊമോട്ടിംഗ് ഏജൻസ് ലീഡിംഗ് ടു അബ്നോർമൽ ജീൻ എക്സ്പ്രഷൻ? അതിൽ തന്നെ ഉണ്ട് അല്ലേ. പ്രൊമോട്ടിംഗ് ഏജൻസ് വരുമ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നത്? പ്രൊമോഷൻ. ഇനിസിയേഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രോഗ്രഷൻ. 3 സ്റ്റേജസ് പറഞ്ഞു. വാട്ട് ഈസ് എ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോഗ്രഷൻ ഫേസ്? 3ാമത്തെ സ്റ്റേജില്ലേ പ്രോഗ്രഷൻ ഫേസിൽ. അവിടെ എന്താ നടക്കുക? ഇനിഷ്യൽ ജനറ്റിക് മ്യൂട്ടേഷൻ ആണോ? ഫോർമേഷൻ ഓഫ് പ്രീ ക്യാൻസറസ് ലീഷൻ ആണോ? ഇൻക്രീസ്ഡ് മാലിഗ്നന്റ് ബിഹേവിയർ ആൻഡ് മെറ്റാസ്റ്റാസിസ് ആണോ? റിപ്പയർ ഓഫ് സെല്ലുലാർ DNA ആണോ? അവിടെ എന്താ നടക്കുക? അതെ, മാലിഗ്നന്റ് ബിഹേവിയറും മെറ്റാസ്റ്റാസിസും എല്ലാം കൂടുക ചെയ്യുന്ന കേട്ടോ. അടുത്തത്, വിച്ച് ടേം ഡിസ്ക്രൈബ്സ് ഏജൻസ് ദാറ്റ് ഇനിഷ്യേറ്റ് ഓർ പ്രൊമോട്ട് സെല്ലുലാർ ട്രാൻസ്ഫോർമേഷൻ ഇൻടു ക്യാൻസറസ് സെൽ? ഏതാണ്? ആരാണ് നമ്മുടെ സെല്ലുകളെ മാലിഗ്നന്റ് സെല്ലായിട്ട് മാറാൻ സഹായിക്കുന്ന ആൾക്കാരെ പറയുന്നത് എന്താണ്? അതേ, കാർസിനോജനുകൾ എന്ന് വിളിക്കുന്നു. വിച്ച് പ്രോസസ് അലോസ് എ ക്യാൻസർ സെൽസ് ടു എൻറ്റർ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് സ്പ്രെഡ് ടു ഡിസ്റ്റന്റ് ഓർഗൻസ്? അതെ, ബ്ലഡിലൂടെയുള്ള സ്പ്രെഡിനെ നമ്മൾ എന്താ പറയാ? ഹെമറ്റോജിനസ് സ്പ്രെഡ് എന്ന് പറയും അല്ലേ. Which of the following accurately describes the role of lysosomal hydrolysis in cancer invasion? They regulate the normal growth, they break down the cellular components to facilitate invasion, they strengthen the cell membranes to prevent metastasis, they activate the immune system. എന്താ ചെയ്യുന്നത്? അതെ, ഇൻവേഷന് സഹായിക്കുന്നതാണല്ലേ ഡിസ്ട്രക്റ്റീവ് എൻസൈമുകളുടെ സഹായത്താൽ. അങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവ് എൻസൈം ആണ് ലൈസോസോമൽ ഹൈഡ്രോലൈസസ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? സെല്ലുലാർ കമ്പോണന്റിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇൻവേഷന് സഹായിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ കണ്ടുപിടിക്കുക, അപ്പം തന്നെ നമ്മൾ OMR ഷീറ്റിൽ മാർക്ക് ബബിൾ ചെയ്യുക കേട്ടോ. അല്ലാതെ പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ചെയ്യുന്നത്.
ഇനി നമുക്കറിയാം അസേർഷൻ റീസണിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അസേർഷൻ റീസണിങ്ങും നിങ്ങളെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അസേർഷൻ റീസണിങ് നോക്കിയാലോ. ദ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ ഈസ് ഹയർ ഇൻ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് കമ്പയർഡ് ടു നോൺ ഇൻഡസ്ട്രിയലൈസ്ഡ് റീജിയൻസ്. Industrialized nations have higher exposure to environmental carcinogens, lifestyle related risk factors and better cancer detection methods. Okay. അപ്പോൾ ഇതിൽ വായിച്ചു നോക്കിയപ്പോൾ എന്താ തോന്നിയത്? രണ്ടും ശരിയല്ലേ. ക്യാൻസർ കൂടുതൽ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിലാണ് കൂടുതൽ. കാരണം എന്താണ്? അവിടെ കൂടുതൽ എൻവയോൺമെന്റൽ കാർസിനോജൻസിന്റെ എക്സ്പോഷർ കൂടുതലാണ്, ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്, ക്യാൻസർ ഡിറ്റക്ഷൻ മെത്തേഡ്സ് എല്ലാം കൂടുതലായിട്ട് അവിടെയാണ് കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പം ആദ്യത്തതും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത് ആദ്യത്തതിന്റെ ഒരു റീസണുമല്ലേ. അപ്പം എന്താ വരിക? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് explanation of A. Hope it's clear. We can move to the next question. Cancer is a leading cause of death in United States. Cardiovascular diseases have a higher mortality rate than cancer. അപ്പോൾ നമ്മൾ പറയുന്നു ക്യാൻസർ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആണ്. കാർഡിയോവാസ്കുലർ ഇതിന് എന്താണ് നമ്മുടെ ക്യാൻസറിനെക്കാളും മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ശരിയാണോ? ക്യാൻസർ ആണോ ലീഡിങ് കോസ് ഓഫ് ഡെത്ത്? യു എസിൽ ക്യാൻസർ ആണോ? അല്ല അല്ലേ. കൂടുതൽ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഏതാണ്? കാർഡിയോവാസ്കുലാർ ഡിസീസ് ആണ്. ഇറ്റ് ഈസ് നമ്മുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓൺലി ടു കാർഡിയോവാസ്കുലാർ ഡിസീസ് അല്ലേ. മരണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ലീഡിങ് കോസ് അതല്ല. ലീഡിങ് കോസ് കാർഡിയോവാസ്കുലാർ ഡിസീസസ് ആണ്. അതെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ തെറ്റാണ്, 6 ശരിയാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ ഈസ് ഹയർ ഇൻ മെൻ ദാൻ ഇൻ വിമൻ. ഹോർമോണൽ ഡിഫറൻസസ്, occupational exposures and lifestyle factors contribute to the higher incidence of cancer in men. രണ്ടും ശരിയല്ലേ? രണ്ടാമത്തത് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് അല്ലേ. രണ്ടും ശരിയാണ്. മെന്നിനാണ് കൂടുതൽ. അതിന് കാരണം എന്താണ്? ഹോർമോണൽ വ്യത്യാസവും ലൈഫ് സ്റ്റൈലും ഓക്യുപ്പേഷണൽ എക്സ്പോഷർ കാരണമാണ്. അടുത്തത്, ആഫ്രിക്കൻ അമേരിക്കൻ മെൻ ഹാവ് എ ഹയർ ക്യാൻസർ ഇൻസിഡൻസ് ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് കമ്പയർഡ് ടു കോക്കേഷ്യൻ മെൻ. ഡിസ്പാരിറ്റീസ് ഇൻ ക്യാൻസർ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി എമംഗ് ആഫ്രിക്കൻ അമേരിക്കൻസ് ആർ ഡ്യൂ ടു സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് അതർ അൺഐഡന്റിഫൈഡ് റീസൺസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതെ, ആഫ്രിക്കൻ അമേരിക്കൻ മെന്നിന് ഇൻസിഡൻസ് കൂടുതലാണ്. അതിന് കാരണവും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ രണ്ടും വായിച്ചു നോക്കുക. രണ്ടാമത്തത് ആദ്യത്തതിനെ ന്യായീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ എന്നും നോക്കുക. ഓക്കെ. അടുത്തത്, ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്യാൻസർ ഡെത്ത് ഇൻ മെൻ ഇസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ലങ് ക്യാൻസർ ഹാസ് എ ഹയർ മോർട്ടാലിറ്റി റേറ്റ് ദാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇൻ ഇന്ത്യ എമംഗ് മെൻ. തെറ്റാണല്ലേ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണം മരണം സംഭവിക്കുന്നു ആണുങ്ങളെന്ന് പറയുന്നത് തെറ്റാണ്. മറ്റത് ശരിയാണ്. ലങ് ക്യാൻസർ ആണ് കൂടുതൽ മരിക്കാൻ സാധ്യതയുള്ളത്. ലങ് ക്യാൻസർ വന്നാണ് മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നത്, പ്രോസ്റ്റേറ്റ് വന്നല്ല. The number of cancer deaths in US has decreased slightly. Advances in early detection, treatment and cancer awareness programs have contributed to the reduction in cancer related. Correct അല്ലേ? ഇപ്പോൾ ക്യാൻസർ കാരണമുള്ള മരണങ്ങൾ കുറവാണ്. കാരണം എന്താണ്? നമുക്ക് പെട്ടെന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ കാരണമൊക്കെയാണ് ക്യാൻസറിന്റെ മരണനിരക്ക് കുറയുന്നത്. അടുത്തത് നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ കറക്റ്റ് സർക്കിൾ ചെയ്തു. നമുക്ക് നോക്കേണ്ടത് കറക്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ക്യാൻസർ ബിഗിൻസ് വെൻ ആൻ അബ്നോർമൽ സെൽ അണ്ടർഗോസ് ജെനറ്റിക് മ്യൂട്ടേഷൻ. Cancer cells follow normal growth regulating signals. Malignant cells can infiltrate tissues and spread through the blood and lymphatic vessels. All abnormal cells proliferations result in cancer. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. ക്യാൻസർ ബിഗിൻസ് വെൻ ആൻ അബ്നോർമൽ സെൽ അണ്ടർഗോസ് ജീൻ മ്യൂട്ടേഷൻ അല്ലേ. അപ്പോൾ അതെന്താണ്? ഇപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലായി, ശരിയാണ്. ക്യാൻസർ സെൽസ് ഫോളോ നോർമൽ ഗ്രോത്ത് റെഗുലേറ്റിംഗ് സിഗ്നൽസ്. ഇപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടു, 1 ശരിയാണ് എന്തായാലും. അപ്പൊ 1 വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ ഈ ഓപ്ഷനിലും 1 വരുന്നുണ്ട്, ഈ ഓപ്ഷനിലും 1 വരുന്നുണ്ട്. അപ്പൊ 2ഉം 3ഉം ഇനി 4th ഓപ്ഷൻ വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്നു. ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആദ്യം 4 സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക.
വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അറിയാം, ഉറപ്പാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് ഓപ്ഷനിലോട്ട് വരിക. പിന്നെ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ ക്യാൻസർ സെല്ലുകൾക്ക് നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് റെഗുലേറ്റിംഗ് സിഗ്നലുകൾ ഫോളോ ചെയ്യോ? ഇല്ല അല്ലെ, അത് തെറ്റാണ്. അപ്പൊ ഇത് വരില്ല എന്തായാലും. അപ്പൊ ആൻസർ എന്തായാലും വരുന്നത് ഏതാണ്? ബി ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. കണ്ടോ എത്ര പെട്ടെന്ന് എത്തി. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പോലും നിന്നില്ല, നമ്മൾ ആൻസറിലോട്ട് എത്തി. ആണോ? അപ്പോൾ നമ്മൾ വായിക്കാതിരിക്കരുത്, ശരിക്കും 4ഉം വായിച്ചു നോക്കണം. നോക്കിയിട്ട് നമുക്ക് തീരെ അറിയാത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് 2-3 സ്റ്റേറ്റ്മെന്റ് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പാനിക് ആവണ്ട. നമുക്ക് എലിമിനേറ്റിംഗ് ടെക്നിക്കുകളിലൂടെ അറിയാത്ത ആൻസറിലോട്ട് പോലും നമുക്ക് അറിയാത്തതാണെങ്കിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും ഓപ്ഷൻ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് കുറേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളത് എക്യുപ്ഡ് ആവും, നിങ്ങളത് ട്രെയിൻഡ് ആയിക്കോളും. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഓരോന്നും അപ്പം നിങ്ങൾ ഫസ്റ്റ് ആ കറക്റ്റ് എന്നുള്ളത് നമ്മൾ സർക്കിൾ ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കി ഓപ്ഷനിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒന്നും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക പോലും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചു. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മാലിഗ്നന്റ് സെൽസ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. ഓൾ അബ്നോർമൽ സെൽസ് പ്രോലിഫറേഷൻ റിസൾട്ട് ഇൻ ക്യാൻസർ. എല്ലാ അബ്നോർമൽ സെൽ പ്രോലിഫറേഷനും ക്യാൻസർ ആകും എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ശരിയല്ല. അപ്പൊ ശരിയായത് 1ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മാലിഗ്നന്റ് സെൽസ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആണ് നോക്കിയത് കേട്ടോ. അപ്പൊ തെറ്റായ ഏതാണെന്നാണ്. മാലിഗ്നന്റ് സെൽസ് ഡെമോൺസ്ട്രേറ്റ് അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് ദാറ്റ് ഫോളോസ് നോ ഫിസിയോളജിക് ഡിമാൻഡ്. മാലിഗ്നന്റ് സെൽസ് റീറ്റെയിൻ നോർമൽ സെല്ലുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. ദ ഡിഗ്രി ഓഫ് അനാപ്ലേസിയ ഡിറ്റർമിൻസ് ദ മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഓഫ് എ ട്യൂമർ. മാലിഗ്നന്റ് സെൽസ് cannot invade other tissues. അപ്പൊ ഇതിൽ എന്താണ്? ഇതിൽ നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മാലിഗ്നന്റ് സെൽസ് ഡെമോൺസ്ട്രേറ്റ് അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് ദാറ്റ് ഫോളോസ് നോ ഫിസിയോളജിക് ഡിമാൻഡ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ് അല്ലെ, അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് ആണ്. മാലിഗ്നന്റ് സെൽ ആണെങ്കിൽ അത് നോർമൽ ആയിരിക്കുമോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 2 എന്തായാലും തെറ്റാണ്. ഓക്കെ, 2 എന്തായാലും തെറ്റാണ്. പക്ഷെ 1 നമ്മൾ കണ്ടു ശരിയാണ്. അപ്പൊ ഈ ഓപ്ഷൻ വരില്ല. പിന്നെ 2 വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, വേറെ നമുക്കൊന്നും നോക്കേണ്ടി വന്നില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് ഓപ്ഷൻ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ വായിച്ചുള്ളൂ, അപ്പൊ തന്നെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കാരണം 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 2 വരുന്ന ഓപ്ഷൻ ഏതൊക്കെ ഉള്ളൂ? എയും സിയിലും മാത്രമേ 2 വരുന്നുള്ളൂ അല്ലെ. അപ്പൊ എ എന്തായാലും പറ്റില്ല, കാരണം 1 ശരിയല്ലേ. അപ്പൊ എ എന്തായാലും വരില്ല. അപ്പൊ സിയെ വരുള്ളൂ. എന്നിട്ട് അങ്ങനെ അത് ബബിൾ ചെയ്യുന്നതിന് മുന്നേ 4ഉം കൂടെ ഒന്ന് വായിച്ചു നോക്കണേ. 4 വായിച്ചു നോക്കുമ്പോൾ മാലിഗ്നന്റ് സെൽസ് കനോട്ട് ഇൻവേഡ് ടിഷ്യൂസ്. മാലിഗ്നന്റ് സെല്ലിന് ഇൻവേഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അത് റോങ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയത്ത് എലിമിനേറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ടെക്നിക്സ് പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ കേട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ പോസ് ചെയ്ത് വെച്ച് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ അപ്പോൾ എന്നിട്ട് നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിൽ ഈ പറഞ്ഞു തരുന്ന ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ ക്ലാസ്സിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വെൽ ട്രെയിൻഡ് ആയിട്ടേ നിങ്ങൾ എക്സാം ഹാളിലോട്ട് എത്തിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements accurately describe the differences between benign and malignant cells? Malignant cells have a higher ability to metastasize compared to benign cells. Benign tumors can invade surrounding tissues and organs. Malignant tumors have the ability to cause systemic effects and tissue destruction. Benign tumors always progresses to malignant tumors. അപ്പോൾ ഇതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് അല്ലേ. ആദ്യത്തത് ശരിയാണോ? അതെ, മാലിഗ്നന്റ് സെല്ലിന് മെറ്റാസ്റ്റസൈസ് ചെയ്യാൻ പറ്റും. ആദ്യത്തത് ശരിയാണ്. ഓക്കെ, ആദ്യത്തത് ശരിയാണ്. ബിനൈൻ ട്യൂമേഴ്സ് ക്യാൻ ഇൻവേഡ് സറൗണ്ടിങ് ടിഷ്യൂസ് ടു ഇൻവേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യത്തത് ശരിയാണ്. അപ്പൊ 1 വരുന്ന ഓപ്ഷൻസ് എയും ഇവിടെയും വരുന്നുണ്ട്, 1 ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ 2 തെറ്റാണ്. അപ്പൊ 2 തെറ്റാണെങ്കിൽ ആൻസർ ഇപ്പൊ നമ്മൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ടില്ല, 4ഉം വായിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഇപ്പോ? ഇനി നമുക്ക് 3 വായിച്ചു നോക്കാം. മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഹാവ് ദ എബിലിറ്റി ടു കോസ് സിസ്റ്റമിക് ഇഫക്ട്സ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അത് ശരിയാണ് അല്ലേ, അത് ശരിയാണ്. ബിനൈൻ ട്യൂമേഴ്സ് ഓൾവേസ് പ്രോഗ്രസ് ടു മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ആണോ? എപ്പോഴും പ്രോഗ്രസ് ചെയ്യോ? ഇല്ല.
അപ്പോൾ നമ്മൾ മിനിമം സമയമെടുത്ത് പെട്ടെന്ന് ആൻസറുകൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും തെറ്റ് പറ്റരുത്. നിങ്ങൾ ബബിൾ ചെയ്യുന്നതിന് മുന്നേ ക്രോസ് വെരിഫൈ ചെയ്യണം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം. ഈവൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയില്ല, 2 അറിയുള്ളൂ. 3-മത്തേതും 4-മത്തേതും എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയില്ല. പാനിക് ആവണ്ട, ഈ 2 വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പഠിച്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും ആൻസർ കണ്ടുപിടിക്കാനുള്ള ലെവലിലോട്ട് നിങ്ങൾ എത്തും. അല്ല, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല എന്ന് പറയും അല്ലേ. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു നമ്മുടെ എയിം എന്താണ്? സിലബസ് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ എയിം. നമ്മുടെ എയിം റാങ്ക് ലിസ്റ്റ് ഇടം നേടുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിന് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്കിൽ പെടുന്നതൊക്കെയാണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാലിഗ്നന്റ് സെൽസ്? ദേ എക്സിബിറ്റ് ലാർജ് ആൻഡ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയൈ, ദാറ്റ് is pleomorphism. They have tumor specific antigens such as CEA, PSA. They exhibit controlled mitotic activity. They have chromosomal abnormalities such as translocations and deletions. ഇതിൽ ഏതാ ശരിയായി വരുന്നത്? ഇത് ശരിയാണോ? കൺട്രോൾഡ് അല്ല അല്ലേ, അത് ശരിയല്ല. ഓക്കെ, അപ്പൊ 3 എന്തായാലും വരില്ല. അപ്പൊ 3 വരാത്ത ഓപ്ഷൻ എടുക്കുക. 1, 2, 4 ഉണ്ട്. എന്തായാലും 4 വായിച്ചു നോക്കിയാലേ പറ്റൂ. അപ്പൊ ഇങ്ങനെ ചിലതിൽ നമ്മൾ കംപ്ലീറ്റ്ലി വായിച്ച് നോക്കേണ്ടി വരും. ഇവിടെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ 1ഉം 2ഉം ശരിയാന്ന് നമുക്കറിയാം, പക്ഷെ 1 and 2 only എന്ന് പറയാൻ പറ്റില്ല. 3 റോങ് ആണ്, പക്ഷെ 4 വായിച്ചു നോക്കിയാലേ പറ്റൂ. ദേ ഹാവ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് സച്ച് ആസ് ട്രാൻസ്ലോക്കേഷൻസ് ആൻഡ് ഡിലീഷൻസ്. ഇറ്റ് ഈസ് കറക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഹേസ്റ്റിനെസ് കാണിച്ച് ആദ്യത്തത് അങ്ങ് എഴുതരുത്. 1ഉം 2ഉം മാത്രമല്ല 4ഉം കൂടെ വായിച്ചു നോക്കണം. ശരിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനുകളിലൂടെ നമുക്ക് ഏത് വായിക്കണം, എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകറക്റ്റ് ആയത് ഏതാണെന്നാണ്. മാലിഗ്നന്റ് സെൽസ് ഹാവ് എ വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ സിമിലർ ടു നോർമൽ സെൽസ്. മാലിഗ്നന്റ് സെൽസ് ഡിവൈഡ് മോർ ഫ്രീക്വന്റ്ലി ദാൻ നോർമൽ സെൽസ് ഡ്യൂ ടു ലോസ് ഓഫ് ഗ്രോത്ത് റെഗുലേഷൻ. മാലിഗ്നന്റ് സെൽസ് നെവർ അണ്ടർഗോ ക്രോമസോമൽ abnormalities such as deletions or translocations. Tumor specific antigen help in distinguishing malignant cells from benign cells. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? 1 തെറ്റാണ്, വെൽ ഓർഗനൈസ്ഡ് അല്ല അല്ലെ. ക്രോമസോമൽ അബ്നോർമാലിറ്റി സംഭവിക്കും എന്നുള്ളതാണ്. 2ഉം 4ഉം ശരിയായതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി 1 തെറ്റാണ് എന്ന് മനസ്സിലായി. 1 തെറ്റാണെങ്കിൽ നമുക്ക് 1 വരുന്ന ഓപ്ഷൻ എയും സിയുമാണ്. ഓക്കെ, ഇനി 3ഉം 4ഉം 2 ശരിക്കും വായിച്ചു നോക്കുക പോലും വേണ്ട. 3ഉം 4ഉം വായിച്ചാൽ മതി. 3 വായിച്ചപ്പോൾ അത് തന്നെ തെറ്റാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ 1 and 3. അപ്പൊ ഇവിടെ 2ഉം 4ഉം വായിക്കാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1 വായിച്ചപ്പോൾ 1 തെറ്റാന്ന് മനസ്സിലായില്ലേ? അപ്പൊ തെറ്റല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പൊ 1 വരുന്ന ഓപ്ഷൻ 2 അല്ലേ, അതിൽ 3ഉം 4ഉം ഉള്ളത്. അപ്പൊ 2 സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ 3 വായിക്കാം. 3 വായിച്ചപ്പോൾ തന്നെ തെറ്റാന്ന് മനസ്സിലായപ്പോ പിന്നെ 4ഉം വായിക്കണ്ട, 1ഉം 3ഉം മാത്രം വായിച്ച ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇതിനെയാണ് എലിമിനേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നാലും നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ബബിൾ ചെയ്യാൻ പോവാവൂ കേട്ടോ. അല്ലാതെ ധൃതിയിൽ എലിമിനേഷൻ ടെക്നിക്കാന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിപ്പോവരുത്. വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് പോലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാൻസർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പെത്തോഫിസിയോളജിയും എപ്പിഡമോളജിയും പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് വരെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്